അത് വളരെ ചീത്തയായി മാറുമെന്നാണ്. അന്ന് അംബേദ്കർ പറഞ്ഞത് പ്രോഫറ്റിക്കായി മാറിയൊരു കാലത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ഭരണഘടന അതിൻ്റെ പുറന്തോട് മാത്രമായി മാറുകയും അതിൻ്റെ പേരുപയോഗിച്ച് ഒരു ജനസമൂഹത്തെ, ഒരു രാജ്യത്തെ എത്രമാത്രം വികലമായ ധാരണകളിലേക്കും വികലമായ ആശയങ്ങളിലേക്കും കൊണ്ടുപോകാമെന്ന് പരീക്ഷിക്കപ്പെടുന്ന ഒരു കാലത്തിരുന്നു കൊണ്ടാണ് നമ്മൾ ഭരണഘടനയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഭരണഘടനയെക്കുറിച്ച് ഒരുപാട് വിശകലനങ്ങൾ നടക്കുന്ന കാലത്ത് ഒരുപക്ഷെ ഒരു 2010 വരെ ഭരണഘടന എന്ന് പറയുന്നത് തീർച്ചയായും ഭരണഘടനയുമായി ഔദ്യോഗികമായ ബന്ധമുള്ളവരുടെ മാത്രം കയ്യിലെ ഒരു പുസ്തകമായിരുന്നു. ഇന്നതല്ല. ഇന്ന് ഓരോ ഇന്ത്യൻ പൗരന്റെയും ആയുധമാണത് എന്ന് പറയേണ്ടി വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പൗരത്വം, ഞാനൊരു ഇന്ത്യൻ പൗരനാണ് എന്ന് അവകാശപ്പെടണമെങ്കിൽ അത് നമുക്ക് ഭരണഘടനയുടെ സഹായമില്ലാതെ പറ്റില്ല എന്ന് ഓരോ ഇന്ത്യക്കാരനും ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഈ ഭരണഘടന എങ്ങനെയാണ് രൂപപ്പെട്ടത്, ഭരണഘടനയിലെ ആശയങ്ങളിലേക്ക് എങ്ങനെയാണ് ഇന്ത്യൻ നേതാക്കന്മാർ എത്തിച്ചേർന്നത് എന്ന് വിശകലനം ചെയ്ത് ഭരണഘടന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റ്സിന്റെ ചരിത്രത്തെയും അതിന്റെ സംസ്കാരത്തെയും അതിലൂടെ ഭരണഘടന ഉരുത്തിരിഞ്ഞു വന്ന ആ സഞ്ചാര വഴികളെയും കുറിച്ച് വളരെ വിശദമായ ഒരു പഠനം നടത്തിയ ഒരാൾ എന്നുള്ള രീതിയിലാണ് പി രാജീവ് ഇന്ന് സെഷനിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷിൽ വരാനിരിക്കുന്ന ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്ന പുസ്തകത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സംവാദം നമ്മൾ നടത്തുന്നത്. ഇന്ത്യയിലെ 2009 തൊട്ട് 2015 വരെ നമ്മുടെ രാജ്യസഭയിലെ MP ആയിരുന്നു. പക്ഷെ അതിലുപരിയായി ഏറ്റവും മികച്ച പാർലമെന്റേറിയൻ എന്ന രീതിയിലുള്ള പുരസ്കാരം നേടുകയും ചെയ്ത ഒരാളാണ് പി രാജീവ്. ഇതിലെല്ലാം ഉപരിയായിട്ട് ഭരണഘടനയുടെ ഒരു സൂക്ഷ്മ വായനക്കാരൻ എന്ന നിലയിലാണ് ഞാൻ അദ്ദേഹത്തെ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഭരണഘടന ഏത് രീതിയിലാണ് ഒരു പൊതുപ്രവർത്തകൻ, ഒരു രാഷ്ട്രീയ നേതാവ് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള, അതിന്റെ ന്യൂയാൻസസിനെ മനസ്സിലാക്കി അത് വായിച്ചെടുത്ത ഒരാളെന്ന നിലയിൽ. അതുകൊണ്ടാണ് ഭരണഘടനയ്ക്ക് അപ്പുറത്ത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റ്സിനെ കുറിച്ച്, അതിന്റെ ചരിത്രത്തെക്കുറിച്ച്, അത് ഉരുത്തിരിഞ്ഞ വഴികളെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരാളെ തയ്യാറെടുപ്പിക്കുന്നത്. ആ തയ്യാറെടുപ്പിന്റെ ബാക്കി പത്രമായിട്ടാണ് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്ന് പറഞ്ഞ് വരാൻ പോകുന്ന ഒരു പുസ്തകം. ഇനി നമുക്ക് സംഭാഷണത്തിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. വരാൻ പോകുന്ന പുസ്തകത്തിന്റെ ടൈറ്റിലിൽ തന്നെ നമുക്ക് ചർച്ച തുടങ്ങാമെന്നാണ് തോന്നുന്നത്. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത്. ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അനാവശ്യമാണെന്ന് പറഞ്ഞേക്കാവുന്ന, എന്നാൽ ബോധപൂർവമായ രീതിയിൽ ഇന്ത്യ എന്ന പേരിന് പകരം വെക്കേണ്ട മറ്റൊരു പേരായ ഭാരതം എന്ന് കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയ പരിതസ്ഥിതിയിലാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിനെ ഭരണഘടന എങ്ങനെയാണ്, അല്ലെങ്കിൽ ഭരണഘടനാ അസംബ്ലി എങ്ങനെയാണ് നേരിട്ടത് എന്ന ഒരു ചോദ്യത്തിലൂടെ നമുക്ക് തുടങ്ങാമെന്ന് ഞാൻ കരുതുക. നന്ദി സുധീർ. ഈ ഭരണഘടനയെക്കുറിച്ചുള്ള ഒരു ചർച്ച ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രസക്തമായ ഒരു ചർച്ചയായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം നേരത്തെ സുധീർ പറഞ്ഞ പോലെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്ത്യൻ പൗരന്റെ രാഷ്ട്രീയ ദൗത്യം ഭരണഘടനയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതിൽ അംബേദ്കറുടെ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ഹിസ്റ്റോറിക്കൽ സ്പീച്ച് ഈ നവംബർ 25 അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ നടത്തിയ ഡ്രാഫ്റ്റ് സമർപ്പിച്ചിട്ടുള്ള അവസാനത്തെ പ്രസംഗമാണ്. അതിൽ അദ്ദേഹം സുധീർ പറഞ്ഞപ്പോൾ അതുകൂടെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ പ്രസംഗത്തിലല്ല, മറ്റൊരു ഡിബേറ്റ് ഇടപെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഭരണഘടനയെ അട്ടിമറിക്കാതെ തന്നെ ഭരണഘടനയ്ക്ക് ഘടകവിരുദ്ധമായ പ്രയോഗങ്ങളാൽ ഭരണഘടനയെ ഇല്ലാതാക്കാം. ഇതന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. ഭരണഘടന അങ്ങനെ തന്നെ നിൽക്കും, ഒരു മാറ്റം ഉണ്ടാവില്ല. പക്ഷെ അത് കടലാസ് മാത്രമായിരിക്കും. അതിന് നേരെ റിവേഴ്സായിട്ടുള്ള പ്രയോഗങ്ങളിലൂടെ ഫലത്തിൽ ഭരണഘടന ഇല്ലാതാക്കാം. ഇത് അന്ന് നടത്തിയ നിരീക്ഷണമാണ്. നമ്മൾ സാധാരണ സാഹിത്യകൃതികൾ വായിക്കുമ്പോൾ 2 കാര്യങ്ങൾ പറയാറുണ്ട്. ഒന്ന്, എഴുതപ്പെട്ട കാലം, വായിക്കപ്പെടുന്ന കാലം. അതിനനുസരിച്ച് വ്യാഖ്യാനങ്ങൾ വായനക്കാരൻ നിർമ്മിക്കാൻ കഴിയും. ഇതെനിക്ക് തോന്നുന്നു ഏറ്റവും പ്രസക്തം ഭരണഘടനയെ സംബന്ധിച്ചാണ്. എഴുതപ്പെട്ട കാലം
പ്രയോഗിക്കപ്പെടുന്ന ജീവിക്കുന്ന നമ്മുടെ എല്ലാം ജീവിക്കുന്ന കാലം. ഇത് ചേർത്ത് വച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയിലൂടെയാണ് ഭരണഘടനയെ സംരക്ഷിക്കുന്ന സമരത്തെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ഇവിടെ സുധീർ ചോദിച്ച ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത്, ഇതിലാണ് നമ്മുടെ ആർട്ടിക്കിൾ 1 ഏറ്റവും മനോഹരമായ ഒരു ആർട്ടിക്കിളാണ്. വളരെ ചെറുതാണ്, അതിമനോഹരമാണ്. ചിമിഴിലൊതുക്കപ്പെട്ട വാക്കുകളാൽ എഴുതപ്പെട്ട സൗന്ദര്യം എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്ന അത്രയും സൗന്ദര്യത്തോടുകൂടിയാണ് ഒന്നാമത്തെ ഈ ആർട്ടിക്കിൾ. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അപ്പൊ അതിൽ ഭാരത് ഉപയോഗിക്കുന്നതിന് ആരും എതിരല്ല, എന്നാൽ ഇന്ത്യ ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. അതിനാണ്. അല്ല ഭാരതത്തിന് നിങ്ങൾ എതിരാണോ? ചോദ്യങ്ങൾ പെട്ടെന്ന് മീഡിയ നെഗറ്റീവ് ഇങ്ങനെയായിരിക്കും, നിങ്ങൾ ഭാരതത്തിനെതിരാണോ? അപ്പൊ നമ്മളൊന്ന് അമ്പരന്നു, അയ്യോ ഇത് പ്രശ്നമാവോ? ഇത്രയോളം ഇന്ത്യ ഇല്ലാതാകുന്നു, ഭാരതം എന്ന് വരുന്നു. യഥാർത്ഥത്തിൽ ഭരണഘടനാ അസംബ്ലി ഡിബേറ്റിൽ അന്ന് വിഭജനത്തിന് ശേഷം പാകിസ്ഥാൻ വന്നു. അപ്പൊ ഈ പുതിയ രാജ്യത്തിന്റെ പേരെന്തായിരിക്കണം? ഈ ചർച്ച കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നടക്കുന്നുണ്ട്. അപ്പൊ അതിൽ ചിലര് പറഞ്ഞു ഇത് ഹിന്ദുസ്ഥാൻ ആയിരിക്കണം, കാരണം അപ്പുറത്ത് മുസ്ലിമിന് പുതിയ രാജ്യം വന്നു, ഇത് ഹിന്ദുക്കളുടേതാണ്. ചിലര് പറഞ്ഞു ഭാരതവർഷമായിരിക്കണം, ചിലര് പറഞ്ഞു ഭാരതകാണ്ഡമായിരിക്കണം, ചിലര് അഖണ്ഡ ഭാരതം, പുരാണം, ഐതിഹ്യം, ചരിത്രം, ഉദ്ധരണികളൊക്കെ എടുത്തിട്ടുള്ള വലിയൊരു എക്സസൈസാണ് ഈ ഡിബേറ്റിനകത്ത് നടക്കുന്നത്. അതിൽ പലരും പറഞ്ഞു അവർ മുസ്ലിം രാജ്യമാണെങ്കിൽ ഇത് എല്ലാവരും ചേരുന്നതാണ്, എല്ലാവരുടേതുമാണ് ഈ രാജ്യം. അതുകൊണ്ട് ഇത് ഹിന്ദുസ്ഥാനല്ല, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത്. പല ഭേദങ്ങൾ, ഭാരത് ആദ്യം വേണം, അങ്ങനെ ഡിബേറ്റ് വന്നു, ഭാരത് ആദ്യം വയ്ക്കണം. പക്ഷെ ആ കാലത്ത് ഈ വൈരത്തിന്റെ അത്രയും മനുഷ്യരക്തമൊക്കെ അതിർത്തിയിൽ തളം കെട്ടി വീണ കാലത്തിലും അസാധാരണമായ പക്വത പ്രകടിപ്പിച്ചുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി തീരുമാനിച്ചു ഇത് ഇന്ത്യയാണ്, ഹിന്ദുസ്ഥാനല്ല. പക്ഷെ നമ്മുടെ അധികാരത്തിലിരിക്കുന്നവരുടെ നിങ്ങൾ പ്രസംഗികൾ ശ്രദ്ധിച്ചോളൂ, എല്ലാവരും ഹിന്ദുസ്ഥാൻ എന്നാണ് പറയുന്നത്, ഭാരതം എന്ന് പോലുമല്ല പറയുന്നത്, ഹിന്ദുസ്ഥാൻ എന്നാണ്. അപ്പം ഭരണഘടന ആർട്ടിക്കിൾ 1 ഉണ്ട്, പക്ഷെ പ്രയോഗത്തിൽ അത് പതുക്കെ പതുക്കെ ഹിന്ദുസ്ഥാനായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇന്ത്യ എന്നുള്ളതിന്റെ ആ പ്രയോഗത്തിൽ വല്ല ഒരു വാക്കല്ല, അമർത്യസനൊക്കെ പറഞ്ഞ ആശയം, ആ ആശയത്തെയാണ് ഭാരതം എന്ന് മാത്രം. ഭാരതം എന്നിപ്പോ പറയുന്നത് ഹിന്ദുസ്ഥാനിലേക്കുള്ള ചവിട്ടുപടിയാണ്. ഇപ്പൊ ചിലർ പറയും സംസ്കൃതം രാഷ്ട്രഭാഷയാക്കണം എന്നാവശ്യപ്പെടുമ്പോൾ ചിലർ ഇപ്പൊ വേണ്ട, ഇപ്പൊ ഹിന്ദി മതി എന്ന് പറയുന്ന പോലെ ഇപ്പൊ ഭാരതം മതി, അടുത്ത ഹിന്ദുസ്ഥാൻ ആകാം എന്നതുപോലെ തന്നെയാണ് ഇപ്പോ ഈ വാദം നടക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ ഈ പുസ്തകം യഥാർത്ഥത്തിൽ ചെറിയ പുസ്തകമാണ്, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റ്സ്, അതാണ്. അതിൽ ഈ ഭാഗങ്ങളെല്ലാം പരാമർശിക്കപ്പെടുന്നുണ്ട്. മറ്റു വിഷയങ്ങളിലേക്ക് വരുന്നതിന് മുന്നേ ഒരുപക്ഷെ ലോകത്തിൽ ഭരണഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടി നടത്തിയ ഏറ്റവും വലിയ സംവാദം നടത്തിയത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റ് ആയിരിക്കും. ഏറ്റവും ശക്തവും ഏറ്റവും വിപുലവുമായ സംവാദങ്ങളിലൂടെ ഏകദേശം 165 ദിവസം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം കൂടി ചേർന്നുണ്ടായ ഒരു സഭയാണ്. ആ സഭയുടെ ഡിബേറ്റ്സിനെ കുറിച്ചൊരു പരിചയപ്പെടുത്തൽ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ സ്വഭാവം അതെങ്ങനെയാണെന്നുള്ളത് കൂടി പറഞ്ഞിട്ട് നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് പോവാം. യഥാർത്ഥത്തിൽ ഈ ഭരണഘടനാ അസംബ്ലി എന്ന ആശയം അത് ആദ്യം ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് എം എൻ റോയി ശരിക്കും നമ്മൾ വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടാതെ പോയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അതിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ടാകും. അദ്ദേഹത്തിന്റെ ഒരു കാലം ഞങ്ങൾ കൂടി അവകാശപ്പെട്ടതാണ്, അതിൽ ഞങ്ങളും അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കേണ്ടവരാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ മെമ്മറീസ് ഒന്നുകൂടി വായിക്കുകയുണ്ടായി. അപ്പൊ അസാധാരണമായ ജീവിതമായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ. അപ്പൊ അദ്ദേഹം തിരിച്ച് ഇന്ത്യയിൽ വന്നതിന് ശേഷം ജയിലിൽ കിടക്കുമ്പോഴാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അതതിനു ശേഷമാണ്. ആദ്യം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, പിന്നെ പല കോൺസ്റ്റിറ്റ്യൂഷൻ വന്നിരുന്നു. ഗാന്ധി കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഗാന്ധി അല്ല എഴുതിയത്. അതുപോലെ ഫസ്റ്റ് മോത്തിലാൽ നെഹ്റു ചെയർമാനും ജവഹർലാൽ നെഹ്റു സെക്രട്ടറിയുമായിട്ടുള്ള നെഹ്റു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. പക്ഷെ അച്ഛനാണ് ചെയർമാൻ, മകൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു അതിന്റെ. അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഒരു പ്രശ്നം എന്നുള്ളത് ഒരു പരിമിതി അന്നുണ്ടായിരുന്നു. ഇത് ഒരു പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ അസംബ്ലി ആയിരുന്നില്ല. ആ ഭരണഘടനാ അസംബ്ലിക്ക് ആ പരിമിതി അതിനകത്തുണ്ടായിരുന്നു. ഒന്ന് ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ, അന്നത്തെ അങ്ങനെയുള്ള സംവിധാനങ്ങളുടെ നോമിനികൾ, പിന്നെ പ്രിൻസിപ്പൽ സ്റ്റേറ്റുകൾ അവരുടെ നോമിനികൾ, ഇങ്ങനെയാണ് അതിനകത്ത് വരുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ നെഹ്റു കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുമ്പോൾ അത് സൈമൺ കമ്മീഷൻ വന്ന ഘട്ടത്തിൽ ഇന്ത്യക്കാരും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവർ പറഞ്ഞു ഇന്ത്യക്കാർക്ക് ഭരണഘടന എഴുതാമെന്ന് തെളിയിക്കട്ടെ, എന്നിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അതിന് വെല്ലുവിളി ഏറ്റെടുത്തിട്ടാണ് അന്ന് ഈ കമ്മിറ്റി വയ്ക്കുന്നത്. പക്ഷെ അന്ന് അവർ കണ്ടിരുന്നത് കോമൺവെൽത്ത് ആണ്, സ്വതന്ത്ര ഇന്ത്യ അല്ല. നെഹ്റു കമ്മിറ്റി കോമൺവെൽത്ത് ആയിരുന്നു.
പക്ഷെ ഭരണഘടനാ അസംബ്ലിയിലേക്ക് എത്തിയപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലേക്ക് വന്നു. അതിൽ ഈ പരിമിതി ഉണ്ടായിരുന്നു, തെരഞ്ഞെടുക്കപ്പെട്ടതായിരുന്നില്ല എന്ന പരിമിതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചിലർ പറയും അഭിഭാഷകർ കൂടുതലായതുകൊണ്ട്, അഭിഭാഷകർ കൂടുതൽ വാദിക്കുന്നവരാണല്ലോ, അതുകൊണ്ടാണ് ഇത്രയും സമയം ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്ക് എടുത്തതെന്ന് ചിലർ പറയാറുണ്ട്. അതിലൊരു സവിശേഷത 15 സ്ത്രീകളുണ്ടായിരുന്നു, 15 പേരുണ്ടായിരുന്നു. അതിൽ 3 പേർ, 5-1 മലയാളികൾ. ഇന്ത്യയുടെ 1% വരുന്ന, അന്ന് കേരള ആയിട്ടില്ലല്ലോ, കേരളത്തിൽ നിന്നാണ്. തിരുവിതാംകൂർ ആനി മസ്ക്രീൻ, കൊച്ചിയിൽ നിന്ന് ഏക ദളിത് വനിത ദാക്ഷായണി വേലായുധൻ, മദ്രാസ് സ്റ്റേറ്റിന്റെ ഭാഗമായിട്ടുള്ള പാലക്കാട് അമ്മു സ്വാമിനാഥൻ, മൃണാളിനി സാരാഭായിയുടെയും ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ അമ്മ, അല്ലെങ്കിൽ സുഭാഷിണി അലിയുടെയും മല്ലിക സാരാഭായിയുടെയും മുത്തശ്ശി, ഇവര് ആയിരുന്നു ഈ ഇതിനകത്തുണ്ടായിരുന്നത്. പിന്നെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം രാജ്യസഭയിലും ലോകസഭയിലും ചേർന്ന് ഒരു കാലത്തും കേരളത്തിൽ നിന്ന് 3 പേരുടെ ഉണ്ടായിട്ടില്ല എന്നത് മറ്റൊരു വിരോധാഭാസം കൂടിയാണ്. ഈ ഭരണഘടനാ അസംബ്ലിയെ കുറിച്ചുള്ള വിമർശനം കണ്ടിട്ടുള്ളത് അതിലൊരു ജനപ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ വിമർശനം പല ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. 2 വിമർശനങ്ങൾ. ഒന്നൊരു കൊളോണിയൽ കോൺസ്റ്റിറ്റ്യൂഷനാണ് അവരുണ്ടാക്കിയത്, മറ്റൊന്ന് ജനപ്രാതിനിധ്യം ഇല്ലാതെ നാട്ടുരാജ്യങ്ങളുടെ പ്രതിനിധികളും മറ്റതൊക്കെയാണെന്നത്. അതേസമയം അംബേദ്കറിനെ പോലെ രാഷ്ട്രീയ പ്രാധാന്യത്തിൽ ഇല്ലാത്ത ഒരാൾ കൂടി അതിനകത്ത് ചെയർമാനാക്കി എന്നുള്ളൊരു സവിശേഷത കൂടിയുണ്ട്. അദ്ദേഹം അന്ന് കോൺഗ്രസ്സുകാരനായിരുന്നില്ല, പൊളിറ്റിക്കലി അങ്ങനെ ആയിരുന്നില്ല. എനിക്ക് തോന്നുന്നു നെഹ്റു അതിന് പറഞ്ഞിട്ടുള്ളത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരുടെ ഒരു പ്രാതിനിധ്യമാണ് അതിനകത്ത് ഉറപ്പുവരുത്തി. അങ്ങനെ എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയാം? അംബേദ്കർ SC ഫെഡറേഷന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് അവിടുന്ന് ജയിച്ചു വരുന്നത്. അംബേദ്കറിന്റെ മറ്റൊരു സ്വാതന്ത്ര്യത്തിന് ശേഷ വിരോധാഭാസം, അദ്ദേഹം നമുക്കറിയാം ഭരണഘടനാ അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിൽ വന്നത് തന്നെ ഈ ലിമിറ്റഡ് ഉദ്ദേശമുള്ളൂ, ഇവരുടെ ഒരു ശാക്തീകരണമാണ്. പക്ഷെ അദ്ദേഹത്തെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായി തെരഞ്ഞെടുത്തു. അതൊരു ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ്. അതിനുശേഷം ഫസ്റ്റ് ഗവൺമെന്റിൽ അദ്ദേഹം ലോ മിനിസ്റ്റർ ആയിരുന്നു, രാജ്യസഭയിലേക്ക് വന്നു. പക്ഷെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തിന്റെ ആഗ്രഹം ഉണ്ടായിരുന്നു ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് വീണ്ടും വരണം. അപ്പൊ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു, വീണ്ടും മുംബൈ. അപ്പൊ വീണ്ടും മത്സരിച്ചു. അപ്പൊ കോൺഗ്രസ് എതിരെ സ്ഥാനാർത്ഥിത്വം വന്നു. അന്ന് അദ്ദേഹം 3ാമനായി. അപ്പൊ അങ്ങനെ ഈ ജനാധിപത്യത്തിന്റെ ചില തമാശകൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ അതിലൊരു കാര്യം അംബേദ്കർ പറയുന്നുണ്ട്, ആദ്യത്തെ ഭരണഘടന വന്നതിന് ശേഷം ലോകത്ത് പല ഭരണഘടനകളും വന്നു. അതിന്റെ പല ആവർത്തനങ്ങളും ഇതിനകത്ത് ഉണ്ടായെന്ന് വരാം. പക്ഷെ നമ്മുടെ ഭരണഘടന നമ്മൾ അന്ന് നോക്കുമ്പോൾ പല പരിമിതികൾ ഉണ്ടെങ്കിലും ഇന്നും വേണേ അതുണ്ടെന്ന് പറയാം. പക്ഷെ ഏറ്റവും മനോഹരമായ ആശയങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഭരണഘടനയിൽ ഒന്നാണ്. അതിൽ ഇത്ര വലിയ ഭരണഘടന, നമ്മുടെയാണല്ലോ ഏറ്റവും വലിയ ഭരണഘടന, ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൽ പറയുന്നത് നമ്മളൊരു പക്വമായി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവായ കാര്യങ്ങൾ സാധാരണ കോൺസ്റ്റിറ്റ്യൂഷനിൽ പരാമർശിക്കേണ്ടതില്ല. നമ്മളൊരു മെച്യൂരിറ്റിയിലേക്ക് വരുന്നത് കൊണ്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി, ശബരിമല വിധി വന്നപ്പോഴാണ് പിന്നെ ഈ ഭരണഘടനാ ധാർമ്മികത കുറെ ചർച്ച ചെയ്ത്. അതിൽ അംബേദ്കർ മനോഹരമായിട്ട് പറയുന്നുണ്ട് വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം അഡ്രസ് ചെയ്തിട്ടുള്ള നല്ല ഡിബേറ്റുകൾ, ഈ പരിമിതികളൊക്കെ ഇന്ന് അന്ന് പറയാമെങ്കിലും ഇന്ന് നോക്കുമ്പോൾ വളരെ നല്ല രീതിയിലുള്ള ഒരു ഭരണഘടന എന്ന രീതിക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മുടെ ആമുഖം ഉൾപ്പെടെ അവന്റെ സൗന്ദര്യം നമുക്ക് കാണാമല്ലോ. ഇപ്പോ അതിലാണ് ഭരണഘടന തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ ചിലത് പറയും ഇതിനു ശേഷം ഓർഗനൈസർ എഴുതിയത് ഇത് പല രാജ്യങ്ങളിലും ഭരണഘടന ചേർത്ത് മനുസ്മൃതി മാത്രമില്ല, വിയോജിപ്പതിന് ശേഷം പറയുന്നത് കടമെടുത്തു എന്നുള്ളത്. അത് പലതും എടുത്തിട്ടുണ്ട്. ഇപ്പോ എന്നുള്ളത് അവിടെ നിന്ന് എടുത്തതാണ്, സ്വിറ്റ്സർലൻഡ് എടുത്തിട്ടുണ്ട്, UK എടുത്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഇന്ത്യൻ സാഹചര്യങ്ങളെ ചേർത്ത് വികസിപ്പിക്കുക, അങ്ങനെ കഴിയുള്ളൂ. അല്ല നമ്മൾ ശൂന്യതയിൽ നിന്നുള്ള ഭരണഘടന സൃഷ്ടിക്കുന്നത്. പക്ഷെ അതിന് അംബേദ്കർ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് പല കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ ആക്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അത് തെറ്റല്ല, കാരണം ഏറ്റവും നല്ലത് മികച്ചത് എടുത്തിട്ട് മാത്രമേ ഭരണഘടന തയ്യാറാക്കാൻ പറ്റുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. വിശദമായി പറയുന്നുണ്ട്. പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിന്റെ എങ്ങനെയാണ് എടുത്തത്, രാജ്യസഭ എങ്ങനെ വന്നു, ജുഡീഷ്യറി ഏത് നിന്നാണ് എടുത്തത്, നമ്മൾ എന്തെല്ലാം മാറ്റം വരുത്തി, അദ്ദേഹം വിശദമായി പറയുന്നുണ്ട്. നമ്മൾ കാണേണ്ടത് ഇപ്പോ പ്രിയാമ്പിൾ യഥാർത്ഥത്തിൽ അമേരിക്കൻ ഭരണഘടനയും തുടങ്ങുന്നത് വി ദ പീപ്പിൾ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ഇങ്ങനെയാണ് അമേരിക്കൻ ഭരണഘടന തുടങ്ങുന്നത്. അതിൽ നമ്മൾ കാണേണ്ട വ്യത്യാസം 1788 ഫിലാഡൽഫിയ കൺവെൻഷന് ശേഷം അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യപ്പെടുന്നത്. എന്നാൽ ആ ശരിക്കൊരു ആയിരുന്നില്ല. ശരിക്കും നമ്മളെല്ലാവരും ഏത് രാജ്യത്തിരുന്ന് എഴുതുമ്പോൾ VWE തന്നെയാണല്ലോ. ആ നമ്മൾ എന്ന് പ്രയോഗിക്കുമ്പോൾ ആ വിയിൽ എല്ലാവരും ഉണ്ടായിരുന്നില്ല. ബ്ലാക്സ് ഉണ്ടായില്ല, വനിതകൾ ഉണ്ടായിരുന്നില്ല, പോൾ ടാക്സ് അടയ്ക്കാൻ പറ്റാത്തവരുണ്ടായിരുന്നില്ല. ശരിക്കും എന്താണോ അർത്ഥമാക്കുന്നത് ആ ആയിരുന്നില്ല അമേരിക്കൻ ഭരണഘടനയിലെ ഏകദേശം 1 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ്
അമേരിക്കയിൽ ഈ ബ്ലാക്സിന് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നത്. 1917 സോവിയറ്റ് യൂണിയൻ സ്ത്രീകൾ ഈ സോവിയറ്റിൽ വന്നതിന് ശേഷം, ധൂമയിലൊക്കെ വന്നതിന് ശേഷമാണ് 1920 എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് സ്ത്രീകൾക്ക് പ്രാതിനിധ്യം അമേരിക്കയിൽ ലഭിക്കാൻ തുടങ്ങുന്നത്. 1964 എൻ്റെ ഒരു ഓർമ്മ, 64 വരെ നികുതി അടയ്ക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ വോട്ടുണ്ടായിരുന്നുള്ളൂ. 1965 വരെ നിരക്ഷരനല്ല എന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവർക്ക് മാത്രമേ വോട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ 1788 മുതൽ കഴിഞ്ഞ 1965 ആംഗലേയത്തിൽ വി സാധാരണ അർത്ഥം എന്താണോ ആ അർത്ഥത്തിലേക്ക് ഭരണഘടനയുടെ വി വികസിക്കപ്പെട്ടത്. എന്നാൽ ഇന്ത്യയിൽ വ്യത്യസ്തമായിരുന്നു. ഇന്ത്യയിൽ ഇതിന് കുറെ ഉണ്ട്. അമേരിക്കൻ ചരിത്രത്തിൽ സുപ്രീം കോടതി ജഡ്ജ്മെന്റ്സ് ഉണ്ട്. ആ ജഡ്ജ്മെന്റ്സിന് അനുസൃതമായിട്ടുള്ള പാർലമെന്റിന്റെ അമെന്റ്മെന്റുകളുണ്ട്. ഇന്ത്യൻ വിയുടെ പ്രശ്നം, ഭരണഘടന അംഗീകരിക്കുമ്പോൾ ഇന്ത്യയിലെ വി എല്ലാവരും ഉൾക്കൊണ്ടിരുന്നു. എന്നാൽ ഇപ്പൊ വി പുറന്തള്ളലിന്റേതാണ്. ഇപ്പൊ ആർട്ടിക്കിൾ 5 സിറ്റിസൺഷിപ്പ്, ഇവിടെ ജനിച്ചാൽ സിറ്റിസൺ ആണ്, ഇവിടെ ജനിച്ചാൽ മതി. അതിപ്പോ അമേരിക്കക്കാരനും അപ്പൊ ഒരാൾ ചോദിക്കുന്നുണ്ട്, ബോംബെ വിമാനത്താവളത്തിൽ ഒരു വിദേശി വന്ന് ഇറങ്ങിയപ്പോ അവിടെ വെച്ച് പ്രസവിച്ചു, വിമാനം ഇറങ്ങാൻ പോവാണ്, ഏത് സിറ്റിസൺ ആയിരിക്കും? അപ്പോൾ അതിന്റെ സിറ്റിസൺ ആയിരിക്കും. ചിലരിപ്പോ അമേരിക്കയിൽ പ്രസവത്തിന്റെ തീയതി അനുസരിച്ച് അമേരിക്ക പോകാൻ ആഗ്രഹിക്കുന്ന ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് അവിടെ ജനിച്ചാൽ അപ്പോ അവിടെ സിറ്റിസൺ ആകും. അത് മറ്റു രാജ്യങ്ങളിലും അങ്ങനെയാണോ? രണ്ട് ജസ്റ്റ് സോളിയോ ജസ്റ്റ് സാൻഹ്യൂനിസി രണ്ട് കോൺസെപ്റ്റ് ഉണ്ട്. അതിലൊന്ന് ബൈ ബർത്ത് എന്നുള്ളതാണ്. അതായിരുന്നു ആധുനിക കാഴ്ചപ്പാട്. അതാണ് നമ്മളും ആവിഷ്കരിച്ചത്. എന്നാൽ പിന്നെ രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ ആ വി ഒന്ന് ചുരുങ്ങി. അദ്ദേഹം പറഞ്ഞു പാർലമെന്റ് എന്ന് പറയുമ്പോൾ ആ കാലത്ത് പാർലമെന്റ് പാസ്സാക്കിയ ബില്ല് മാതാപിതാക്കൾ ഒരാൾ ഇന്ത്യക്കാരനായിരിക്കണം. പിന്നെ വാജ്പേയി ഗവൺമെന്റിന്റെ കാലത്ത് ഒന്നുകൂടി ചുരുങ്ങി, ഒരാൾ അനധികൃത കുടിയേറ്റക്കാരനാകാൻ പാടില്ല. അപ്പോ നമ്മുടെ വി ഭരണഘടന അസംബ്ലി ഉണ്ടാക്കിയ വി ഒന്ന് ചുരുങ്ങി പൗരത്വത്തിൽ. എന്നാൽ അപ്പോഴും മതം പൗരത്വത്തിന്റെ അടിസ്ഥാനമായിരുന്നില്ല. 2019 നിയമത്തിലാണ് ക്രിസ്ത്യൻ, ഹിന്ദു, ബുദ്ധ, പാഴ്സി, സിഖ്, ജൈന 6 വിഭാഗം, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് 3 രാജ്യങ്ങൾ, അങ്ങനെയുള്ള പരിമിതപ്പെടുത്തൽ ആദ്യമായിട്ട് വരുന്നത് 19 അപ്പൊ അമേരിക്കൻ വി ആദ്യം ചുരുങ്ങിയതാണെങ്കിൽ പിന്നെ പിന്നെ അമർത്യാസെന്നോട് ടിക്കറ്റ് ചോദിക്കേണ്ടത്, നിങ്ങൾ അവിടെ ട്രംപ് ഇവിടെ മോഡി, നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും? ഒരേ സമയം നിങ്ങളോട് ഒരു വോട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ എവിടെങ്കിലും നിങ്ങൾ വോട്ട് ചെയ്യണം, ആർക്കെതിരെ വോട്ട് ചെയ്യും? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അമേരിക്കയിലെ ജനാധിപത്യം കുറച്ചുകൂടി സ്ഥാപനങ്ങൾ കുറെ കൂടി മെച്യൂരിറ്റിയാണ്, അതുകൊണ്ട് എന്തെങ്കിലും വന്നാൽ ആ സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്തോളും. ഇന്ത്യയിലെ ഓർഗൻസ് അത്രയും മെച്യൂർഡ് ആയിട്ടില്ല, അതുകൊണ്ട് ഇവിടെയാണ് എനിക്ക് കൂടുതൽ ഉൾക്കണ്ട എന്ന് സെൻ ഒരിക്കൽ പറയുകയുണ്ടായി. അപ്പൊ അത് നമ്മൾ കാണണം, ഇതിങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ഒരുപക്ഷെ ഭരണഘടന നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി എങ്ങനെയാണ് ഈ മതരാഷ്ട്രം, മത സംവിധാനങ്ങളെ കൈകാര്യം ചെയ്യുന്നത്? ഇപ്പൊ ഡിബേറ്റ്സില്, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റിൽ ധാരാളം ചർച്ച ചെയ്തിട്ടായിരിക്കും മതങ്ങളെ കുറിച്ചുണ്ട്. അതിനെക്കുറിച്ചൊന്ന് ബ്രീഫ് ചെയ്യാവോ? എങ്ങനെയാണ് മതം കൈകാര്യം ചെയ്യേണ്ടതിനെ കുറിച്ച് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റ്സിൽ പങ്കെടുത്ത ഒരു അംബേദ്കറൊക്കെ എങ്ങനെയാണ് ആ വിഷയത്തെ നേരിട്ടത് എന്നുള്ളത്? അതില് 2 ഘട്ടങ്ങൾ ഞാൻ പറയാം. ഒന്ന് പ്രിയാമ്പിൾ നമ്മൾ പുസ്തകം എഴുതുന്ന പോലെ തന്നെയാണ് ഭരണഘടന എഴുതിയേക്കുന്നത്. കാരണം നമ്മൾ തുറക്കുമ്പോൾ ആദ്യം ആമുഖം വരാം, എഴുതുമ്പോൾ അവസാനമായിരിക്കും. അത് നോവലായാലും ഭരണഘടനയായാലും ഭരണഘടനയിലെ അവസാനമാണ് ആമുഖം എഴുതിയത്. അതിനുശേഷം ചെറിയ ചെറിയ കാര്യങ്ങളെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിലൊരു പ്രശ്നം വന്നു. എച്ച്.വി. കാമത്ത് പറഞ്ഞു, നമ്മളുടെ ഭരണഘടന തുടങ്ങേണ്ടത് ഇൻ ദ നെയിം ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പേരിലായിരിക്കണം. അപ്പൊ ഒരാൾ ഒരു സർക്കാസ്റ്റിക്കായി പറയുന്നുണ്ട്, അല്ല മിസ്റ്റർ കാമത്ത്, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ കൂടി നോക്കണം, ഇൻ ദ നെയിം ഓഫ് ഗോഡസ്, ദേവതകളെ കൂടി ചേർക്കണമെന്ന് തമാശയ്ക്ക് പറയുന്നുണ്ട്. അപ്പോ കാമത്ത് കുറച്ച് നിലപാടായിരുന്നു. വേറൊരു ഭേദഗതിയുണ്ട് മാളവികയുടെ, പല പേരുകളിൽ അറിയപ്പെടുന്ന സർവ ചൈതന്യമേ, അതിന്റെ പേര് തുടങ്ങണം. അപ്പൊ അവസാനം ഇത് കാമത്ത് പ്രസ് ചെയ്യാണ്. അപ്പൊ ചിലർ പറഞ്ഞ് ദൈവത്തെ വോട്ടിനിടരുത്. പട്ടം താണപ്പള്ളിയുണ്ട് കേരളത്തിൽ നിന്ന്, കേരളം എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറിൽ നിന്ന്. പട്ടം പറയും, ഞാൻ കടുത്ത ദൈവവിശ്വാസിയാണ്, പക്ഷെ ഞാൻ കാമത്തിന്റെ ഭരണഘടന ഈ ഭേദഗതിക്ക് ഒപ്പമല്ല. കാരണം നമ്മൾ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ചർച്ച ചെയ്ത് അംഗീകരിച്ചു കഴിഞ്ഞു. ഇഷ്ടപ്പെട്ട വിശ്വാസം, സത്യപ്രതിജ്ഞ എങ്ങനെ ചെയ്യണം അത് നമ്മൾ അംഗീകരിച്ചു. ദൈവനാമത്തിലും ചെയ്യാം, ദൃഢപ്രതിജ്ഞയും ചെയ്യാം. അപ്പൊ എല്ലാവരുടേതുമാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെ ദൈവത്തിന്റെ പേര് തുടങ്ങും? അതുകൊണ്ട് പട്ടം പോലും അതിനെ എതിർത്തു.
പക്ഷെ കാമത്ത് പ്രസ് ചെയ്തു. അപ്പൊ ചേട്ടൻ പറഞ്ഞു ദൈവത്തിന് വോട്ട് ഇടരുത് എന്ന് പറഞ്ഞു. പക്ഷെ വോട്ട് ഇട്ടു. 68-41. 68 എതിരായിട്ട് 41 ദൈവത്തിനും കിട്ടി. അങ്ങനെയാണ് ഇൻ ദ നെയിം ഓഫ് ഗോഡ് മാറി ജനങ്ങൾ, വി ദ പീപ്പിൾ, ഇന്ത്യൻ ഭരണഘടനയുടെ തുടക്കം, അല്ലെങ്കിൽ ഇൻ ദ നെയിം ഓഫ് ഗോഡ് ആയിരുന്നു തന്നെ. അതൊരു ഘട്ടം. രണ്ട്, ഇതിനൊരു ഔദ്യോഗികമായ മതം ആവശ്യമാണോ? ഇപ്പൊ ചില രാജ്യങ്ങളിൽ ഔദ്യോഗിക മതമുണ്ട്. എന്നാൽ ഭരണഘടനാ അസംബ്ലി പറഞ്ഞു ഇത് എല്ലാവരുടേതുമാണ്. അത് സിറ്റിസൺഷിപ്പിന്റെ 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിളിലും കാണാം, ഈ ഭാഗങ്ങളിലും കാണാൻ കഴിയാം. അപ്പൊ ഔദ്യോഗികമായ മതം ഇല്ല, സെക്കുലർ ആയിരിക്കണം. സെക്കുലർ നമ്മൾ ഈ ഡിബേറ്റ് നോക്കുമ്പോൾ വളരെ ഔന്നിത്യമുള്ള ചർച്ചകളാണ്. ഇപ്പോ ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടത്തിൽ വരുന്ന എന്തായിരുന്നു മതനിരപേക്ഷത, മതമില്ലാത്ത ധാർമ്മികത എന്നതായിരുന്നു. പിന്നെ അതെങ്ങനെ മാറി, സ്റ്റേറ്റും മതവും തമ്മിൽ ബന്ധമില്ലായ്മയിലേക്ക് മാറി. ഈ തർക്കങ്ങൾ എല്ലാം ശേഷമാണ് ഔദ്യോഗിക മതം വേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്. ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ സെക്കുലർ എന്നുള്ളത് പിന്നീട് അമെൻഡ് ചെയ്ത് ചേർക്കപ്പെട്ടതാണെങ്കിലും ഭരണഘടനാ അസംബ്ലി തന്നെ പറയുന്നുണ്ട് നമ്മുടെ അടിസ്ഥാനമായ ഇതിന്റെ കാഴ്ചപ്പാടുകളൊന്ന് സെക്കുലറിസം തന്നെയാണ്. എഴുതപ്പെട്ട് അന്ന് പ്രത്യേകം ചേർത്തിട്ടില്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അംബേദ്കറുടെ ഭാഗം പ്രയോഗത്തിൽ എങ്ങനെ സംഭവിക്കുന്നു. പാർലമെന്റ് ഉദ്ഘാടനത്തിന് സന്യാസി പൂജ തുടങ്ങുന്നു, ക്ഷേത്രം ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി പോകുന്നു. ഭരണഘടനയുടെ പ്രിയാമ്പിൾ സെക്കുലറാണ്. ഇതാണ് ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന വൈരുദ്ധ്യം എന്നുള്ളത്. ഇത് കഴിഞ്ഞ് ഭരണഘടന സുധീർ ഓർക്കുന്നുണ്ടോ? ഭരണഘടന അസംബ്ലി കഴിഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടി, പാർലമെന്റ് തുടങ്ങി. അതിനുശേഷം 1950 എന്നാണ് എന്റെ ഓർമ്മ, സർദാർ സോമനാഥ ക്ഷേത്രം പുതുക്കി പണിയണം. അപ്പൊ പട്ടേലും പിന്നെ ഭാരതീയ വിദ്യാഭവനൊക്കെ സ്ഥാപിച്ച മുൻഷിയും ചേർന്നിട്ട് മഹാത്മാഗാന്ധിയെ കാണാൻ പോവാണ്. മഹാത്മാഗാന്ധി പറയും ക്ഷേത്രമൊക്കെ പണിയാം, പക്ഷെ ഗവൺമെന്റിന്റെ ജോലിയല്ല, അത് വിശ്വാസികൾ പണിതോട്ടെ, നമ്മൾ ഇടപെടേണ്ടതില്ല. പക്ഷെ മുൻഷി അദ്ദേഹം കൺവീനറായിട്ട് ട്രസ്റ്റ് രൂപീകരിച്ചു. പൂർത്തീകരിക്കുന്ന മുമ്പ് പട്ടേൽ മരണപ്പെട്ടു. അപ്പൊ ആര് ഉദ്ഘാടനം ചെയ്യണം? ഈ പ്രശ്നം അന്ന് നമ്മൾ കൗതുകകരമായ കാര്യം, പുതുതാണ് എന്ന രൂപത്തിൽ ഇന്ന് അവതരിപ്പിക്കപ്പെടുന്ന പല പ്രശ്നങ്ങളും ഒന്നുകിൽ ഭരണഘടനാ അസംബ്ലിയിൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര ഘട്ടത്തിൽ തന്നെ ചർച്ച ചെയ്ത് വ്യക്തത വരുത്തിയ പ്രശ്നങ്ങളാണ്. ഇത് രണ്ടു ഭാഗം കാണാം. അതിൽ രാജേന്ദ്ര പ്രസാദാണ് ഉദ്ഘാടനം ചെയ്യാൻ പോയത്. 1951 മാർച്ച് 3 2 കത്തുകളുണ്ട്. പിന്നെ മാർച്ച് 10, 11 ഇവർ തമ്മിലുള്ള ആശയവിനിമയങ്ങൾ. അതിൽ നെഹ്റു പറയും ഈ ക്ഷേത്രം ഇപ്പൊ പണിത് തന്നെ ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. സൗരാഷ്ട്ര ഗവൺമെന്റ് 5 ലക്ഷം രൂപ ഇത് കൊടുത്തു, ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. അതുകൊണ്ട് അങ്ങ് ഈ രാജ്യത്തിന്റെ ഒന്നാമത്തെ പൗരനാണ്, ഈ രാജ്യം എല്ലാ മതങ്ങളുടേതുമാണ്, വിശ്വാസമില്ലാത്തവരുടേതുമാണ്. അങ്ങ് ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് പോകരുത്. വിശ്വാസി എന്ന നിലയിൽ അങ്ങേക്ക് ക്ഷേത്രത്തിൽ പോകാം. പക്ഷെ രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു എന്റെ കാഴ്ചപ്പാട് വേറെയാണ്, ഞാൻ നാളെ ഗുരുദ്വാരയുടെ ഉദ്ഘാടനത്തിന് പോകാം, മോസ്കിന്റെ ഉദ്ഘാടനത്തിന് പോകാം, പള്ളിയുടെ ഉദ്ഘാടനത്തിന് പോകാം. ഇതായിരുന്നു രാജേന്ദ്ര പ്രസാദിന്റെ കാഴ്ചപ്പാട്. നെഹ്റു വീണ്ടും അവരോട് വിയോജിപ്പ് രേഖപ്പെടുത്തി. പക്ഷെ രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ പ്രശ്നം ഇന്ന് എല്ലാത്തിനും പോകുന്നില്ല. ഈ രാജേന്ദ്ര പ്രസാദിന്റെ കാഴ്ചപ്പാട് കൂടിയല്ല. 2014 വരെ അടൽ ബിഹാരി വാജ്പേയി ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ എല്ലാ പ്രധാനമന്ത്രിമാരും നമ്മുടെ ഇതാണ്ടല്ലോ നമ്മുടെ നോമ്പ് തുറ അത് നടത്താറുണ്ട്. എല്ലാവരും വാജ്പേയി ഉൾപ്പെടെ 2014 ശേഷമുള്ള പ്രധാനമന്ത്രി ഇതേവരെ നടത്തിയിട്ടില്ല. എന്നാൽ ഇപ്പൊ ക്രിസ്മസ് നടത്തിയ വേറെ കാര്യം. എന്ന് മാത്രമല്ല 2014, 2015 അന്നത്തെ പ്രസിഡന്റ് പ്രണബ് കുമാർ മുഖർജി അദ്ദേഹം സംഘടിപ്പിച്ച വിരുന്നിൽ മറ്റു പല തിരക്കുകൾ ഉള്ളത് കൊണ്ട് പ്രധാനമന്ത്രി പങ്കെടുക്കുകയും ചെയ്തിട്ടില്ല. ഇതാണ് രാജേന്ദ്ര പ്രസാദ് എന്ന് പറഞ്ഞ കാഴ്ചപ്പാടെന്ന് പ്രയോഗത്തിൽ എന്നിട്ട് ഭരണഘടനയുടെ ആമുഖത്തിൽ ഇപ്പോഴും നമ്മൾ സെക്കുലർ ആണ്. രാജേന്ദ്ര പ്രസാദിന്റെ കാഴ്ചപ്പാട് എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ രാമക്ഷേത്രത്തിന് ശേഷം നിർമ്മിക്കപ്പെട്ടേക്കാവുന്ന അയോധ്യയിലെ പള്ളി ഉദ്ഘാടനത്തിനും പ്രധാനമന്ത്രി പോകേണ്ടതുണ്ട്. അത് സാധിക്കുമോ എന്നുള്ളതാണ് ഇന്ത്യയുടെ മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി. അത് 2024 ഉത്തരം പറയട്ടെ എന്ന് പറയാം. ഏതായാലും അതുപോലെ ഒരു കാര്യം, ഈ ഭരണഘടനാ അസംബ്ലിയിൽ തീർച്ചയായിട്ടും ഹിന്ദുത്വവാദികൾ ധാരാളം ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ നേതാക്കന്മാരിലെ ഹിന്ദുത്വവാദികൾ ഉണ്ടായിരുന്നു, ഹിന്ദു മഹാസഭയുടെ ആൾക്കാരും ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ വാദങ്ങളെ കേട്ടുകൊണ്ടാണ് നമ്മൾ സെക്കുലർ ആവുകയും അല്ലെങ്കിൽ ഹിന്ദുത്വ ഭരണഘടന അല്ലെങ്കിൽ ഹിന്ദുത്വവാദിത്തിലുള്ള നിലപാടുകളിലേക്ക് പോവാതെ കടന്നു പോവുകയും ചെയ്തിട്ടുള്ളത്. അവരെല്ലാം ഇതിനകത്ത് ഡിബേറ്റ്സ് പങ്കെടുത്തവരല്ല. തീർച്ചയായിട്ടും അതിലൊരു പ്രശ്നമുള്ളത്,
ഹിന്ദു മഹാസഭ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയുന്ന പരിവാർ അല്ലെങ്കിൽ ഹിന്ദുത്വ, ഇതിനെ ആ സംഘടനകളുടെ പേരിൽ ആരും ഭരണഘടനാ അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നില്ല. ശ്യാമപ്രസാദ് ആരുടെ പേരിൽ? അവരെല്ലാം കോൺഗ്രസ് ഉൾക്കൊള്ളുന്നതാണ്. അതാണ് എന്റെ മറ്റൊരു ഭാഗം. ഫ്രാങ്ക് ആന്റണി എന്ന് പറഞ്ഞൊരു ഭരണഘടനാ അസംബ്ലി മെമ്പർ ഉണ്ട്. അദ്ദേഹം ആംഗ്ലോ ഇന്ത്യൻ ആയിരുന്നു. പിന്നീട് 10 തവണ പാർലമെന്റ് മെമ്പറായിരുന്നു. തുടർച്ചയായിട്ട് ഒരു പാർലമെന്റ് ലോക്സഭ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിലും അദ്ദേഹം പറയുന്നത്, ഞാനിങ്ങനെ അത്ഭുതത്തോടു കൂടി ഇരിക്കുന്നത് എന്റെ പാർട്ടിയുടെ നേതാക്കന്മാർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഹിന്ദു മഹാസഭയുടെ വക്താക്കളാണ് സംസാരിക്കുന്നതെന്ന് തോന്നുന്നു എന്ന്. കേരളത്തിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തെ കുറിച്ചല്ലാണ്ട് അന്നത്തെ ഇതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒരു പരാമർശമാണ്. പിന്നെ നമ്മുടെ ഒരു നരേറ്റീവ് ഉണ്ടല്ലോ, ഈ 2 സീറ്റ് BJPക്ക് ഉണ്ടായുള്ളൂ, അത് പിന്നീട് ഇങ്ങനെ വന്നു എന്നൊക്കെ ഒരു നരേറ്റീവ് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. 52-ൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ 10 സീറ്റുണ്ട് ഹിന്ദുത്വ ശക്തികൾ, 3 പാർട്ടികളും ചേർന്ന്. അതിന്റെ ലീഡറായിരുന്നു ശ്യാമപ്രസാദ് മുഖർജി. പിന്നെ ജനസംഘം വന്നു. 65-ലേക്ക് എത്തിക്കഴിയുമ്പോൾ 35 സീറ്റ് ഉണ്ട് ജനസംഘത്തിന്. പിന്നെ അവർ ജനതാ പാർട്ടി, പിന്നെ വീണ്ടും വരുമ്പോഴാണ് ഈ 2 എന്നുള്ളതിലേക്ക് വരുന്നത്. ഇവർക്ക് ഈ ഞാൻ പറഞ്ഞല്ലോ 41 വോട്ട് ഭരണഘടനാ അസംബ്ലിയിൽ ഇൻ ദ നെയിം ഓഫ് ഗോഡിന് കിട്ടിയല്ലോ. അപ്പൊ അതെല്ലാം കാണിക്കും. ഇത്തരം വാദങ്ങൾ എല്ലാ ഘട്ടങ്ങളിലും വരുന്നുണ്ട്. അപ്പോ സുധീർ ചോദിച്ച പോലെ ഹിന്ദുത്വ ശ്യാമപ്രസാദ് മുഖർജി ഉൾപ്പെടെയുള്ള, ടണ്ടൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മാളവ്യ ഉൾപ്പെടെയുള്ള ഇവരുടെ എല്ലാം നിരവധി വാദമുഖങ്ങളെല്ലാം ചർച്ച ചെയ്ത് ഡിബേറ്റ് ചെയ്തിട്ടാണ് ഭരണഘടനാ അസംബ്ലി ഈ രൂപത്തിൽ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത്. അസംബ്ലിയെ ഉപേക്ഷിച്ചുകൊണ്ട് ഭരണഘടന നേരിടുന്ന വെല്ലുവിളികളിലേക്ക് നമ്മൾ ചർച്ച പോകണം. സമയത്തിന്റെ പ്രശ്നമുണ്ട്. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ബേസിക് സ്ട്രക്ചറിനെതിരെ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻഖർ പോലും ഈ അടുത്ത കാലത്ത് പറയുകയുണ്ടായി. അപ്പൊ ബേസിക് സ്ട്രക്ചർ എങ്ങനെ നിലനിർത്തണം എന്നുള്ളതിനെ കുറിച്ച് അതും മാറ്റാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഭരണഘടന മാത്രമോ, സുപ്രീം കോടതി പറഞ്ഞിരുന്നു ബേസിക് സ്ട്രക്ചർ ഒരു കാരണവശാലും തൊടാൻ പാടില്ല എന്ന് പറഞ്ഞതിനെയാണ് അദ്ദേഹം വിമർശിച്ചത്. അതിലിപ്പോ നമ്മുടെ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിന് കൃത്യമായ വ്യവസ്ഥകളുണ്ടല്ലോ. പക്ഷെ അമേരിക്കൻ ഭരണഘടന അന്ന് 1788 വളരെ കുറച്ച് ഭേദഗതിയെ വന്നിട്ടുള്ളൂ. നമ്മുടെ ഇപ്പൊ 105-106 ഭേദഗതികളായി. എന്നാൽ കേശവാനന്ദ ഭാരതി കേസ് വരെ ഭരണഘടനയ്ക്ക് ഏത് ഭേദഗതിയും വരുത്താമായിരുന്നു. അതിന് ഗോകുൽനാഥ് കേസ് ഉണ്ട്. അതിനുശേഷമാണ് ഇതിലേക്ക് വരുന്നത് തുലാഖ് കേസ്. അപ്പൊ അതില് ഈ ആദ്യത്തെ ഭേദഗതി തന്നെ ഭരണഘടനാ അസംബ്ലി തന്നെ ചെയ്യുന്നത്. ഗോകുൽനാഥ് കേസിൽ ഒരു പരാമർശം വന്നു, പിന്നെ കേശവാനന്ദ ഭാരതിരിക്കുന്നു. കൗതുകകരമായ കാര്യം, ഭരണഘടനാ അസംബ്ലി ഭരണഘടന അംഗീകരിച്ചതിന് ശേഷം പ്രൊവിഷ്യൽ പാർലമെന്റ് ആയിട്ട് തുടരുകയാണ്. ആ പ്രൊവിഷ്യൽ പാർലമെന്റ് ആണ് ഫണ്ടമെന്റൽ റൈറ്റിനകത്ത് ഒരു ചെറിയ നിയന്ത്രണം വരുത്തുന്ന ഭേദഗതി വരുത്തുന്നത്. ഫണ്ടമെന്റൽ റൈറ്റിനെ കുറിച്ച് സോമനാഥ് ലാഹിരിയാണ് ഇതിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടനാ അസംബ്ലിയിൽ അംഗം. അന്ന് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഫണ്ടമെന്റൽ റൈറ്റ്, മൗലികാവകാശം തന്നെ ഒരു പോലീസ് കോൺസ്റ്റബിളിനെ പോലെയാണ്. എല്ലാത്തിനും പ്രൊവേഴ്സ്യം ഉണ്ട്, എല്ലാത്തിനും ഒരു പ്രൊവേഴ്സ്യം ഉണ്ട്. നിങ്ങൾ ഇത് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യണം, പക്ഷെ അങ്ങനെയല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊവേഴ്സ്യം ഉണ്ട്. അതുകൊണ്ട് ഇപ്പോ നമുക്ക് ഇത്രയെങ്കിലൊക്കെ പറയാം. സർദാർ വല്ലഭായ് പട്ടേൽ പറയുന്ന പോലെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചാൽ നിങ്ങൾ എന്നെ രാജ്യദ്രോഹിയാക്കാം. രാജഗോപാലാചാര്യ പറഞ്ഞ ഭേദഗതിക്ക് അനുസരിച്ചാണെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ അകത്താക്കാൻ കഴിയും എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ തന്നെ ഒരു കാര്യം കൂടി സോമനാഥ് ലാഹിരി പറയുന്നുണ്ട്. ബ്രിട്ടനിൽ രാജ്യദ്രോഹം എന്നുള്ളത് ഒരു ആക്ഷൻ നടക്കണം. നിങ്ങൾ രാജ്യത്തെക്കുറിച്ച് ദ്രോഹിക്കാൻ ആലോചിച്ചാൽ പോരാ, ഒരു ആക്ഷൻ ഉണ്ടാകണം. പക്ഷെ ഇവിടെ അതില്ല. അങ്ങനെയാണ് ഭരണഘടന ഫണ്ടമെന്റൽ റൈറ്റിൽ ഈ രാജ്യദ്രോഹം എന്നുള്ളത് മാറ്റപ്പെട്ടത്. IPC-യിൽ തൊട്ടുകയും ചെയ്തു. ഇതിൽ തന്നെ നമ്മുടെ കേശവാനന്ദ ഭാരതി കേസാണ് അതിലേറ്റവും നിർണായകം. ആ കേസിന്റെ ഇപ്പൊ ഇവരെ അലട്ടുന്നൊരു പ്രശ്നം, അത് 13-അംഗ ബെഞ്ചാണ്. ഇനി അതിന് മുകളിലുള്ള ബെഞ്ചിനെ ഇത് മറികടക്കാൻ പറ്റുള്ളൂ. അതത്ര എളുപ്പമില്ല. പിന്നൊരു പ്രശ്നം, സുപ്രീം കോടതിക്ക് തന്നെ പറയാം ഏതാണ് ബേസിക് സ്ട്രക്ചർ എന്നുള്ളത്. അടിസ്ഥാനശില, നമ്മൾ സാധാരണ ഫെഡറലിസം, പാർലമെന്ററി ഡെമോക്രസി, സെക്യുലറിസം, ഇതെല്ലാമാണ് അടിസ്ഥാന ശിലകൾ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭേദഗതി ചെയ്യാതെ തന്നെ പ്രയോഗത്താൽ ഇപ്പോ അടിസ്ഥാന ശില ദുർബലമാകുന്നു. സെക്യുലറിസം ഇപ്പൊ നമ്മുടെ അടിസ്ഥാന ശിലയാണ്, പ്രയോഗം നമ്മൾ കാണുന്നുണ്ട്. ഫെഡറലിസം അടിസ്ഥാന ശിലയാണ്, അതിന്റെ പ്രയോഗം നമ്മൾ കാണുന്നുണ്ട്. പാർലമെന്ററി ഡെമോക്രസി അടിസ്ഥാന ശിലയാണ്. പക്ഷെ എങ്ങനെയാണ് പാർലമെന്റ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഭരണഘടന ഭേദഗതി ഒന്നും ചെയ്യേണ്ടതില്ല, അല്ലാതെ തന്നെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാം എന്നതിലേക്കാണ് ഇപ്പോ എത്തി നിൽക്കുന്നത്. അവിടെ അടിസ്ഥാന ഘടനയെ നിലനിർത്തിയത് അന്ന് സുപ്രീം കോടതി വിധിയാണ്.
ഇന്നിപ്പോ ഭരണഘടനയെ നിലനിർത്തേണ്ട ഉത്തരവാദിത്വം സുപ്രീം കോടതിയിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്കിപ്പോ HR കണ്ണന്മാരൊന്നും ഇല്ല. അപ്പൊ സുപ്രീം കോടതിയിൽ നിന്ന് എങ്ങനെ നമുക്ക് ഇത്തരം കാര്യങ്ങളെ നേരിടാൻ കഴിയുന്നുള്ള ചോദ്യം കൂടി ഇന്ത്യക്കാരന്റെ മുന്നിലുണ്ട്. അതിന് പല ഇപ്പോ വൺ ഓഫ് ദി ബെസ്റ്റ് ജഡ്ജ്മെന്റ് ആണ് ഇപ്പോ ജസ്റ്റിസ് നാഗരത്നയുടെ വന്നുള്ളത്. കഴിഞ്ഞ ദിവസം എന്നാൽ കാശ്മീർ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജഡ്ജ്മെന്റ് ആണ്. അതിൽ ഏറ്റവും എനിക്ക് കൗതുകകരമായി തോന്നിയത് അത് തന്നെ ചർച്ച ചെയ്യാം. 370 എങ്ങനെയാണ് അതിനെക്കുറിച്ച് കാശ്മീരിലേക്ക് തന്നെ പോവാ അടുത്ത ചർച്ച. അത് പറഞ്ഞോളൂ. ഞാൻ പറയാം അല്ലേ. അപ്പൊ അതില് ഇപ്പോ കാശ്മീരിന്റെ തന്നെ അവര് ഒന്ന് കാശ്മീർ ഭരണഘടനാ അസംബ്ലി ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ല. കാശ്മീർ ഇല്ലാതെയാണ് ഇന്ത്യ ഉണ്ടായിരുന്നത്. പിന്നീടാണ് കാശ്മീർ കൂട്ടിച്ചേർക്കുന്നത്. കാശ്മീർ കൂട്ടിച്ചേർക്കുന്ന വ്യവസ്ഥകൾ ചർച്ച ചെയ്ത സ്ഥലം സർദാർ വല്ലഭായ് പട്ടേലിന്റെ വീട്ടിലാണ്. ചിലർ പറയും പട്ടേലിനെതിരായിരുന്നു. അല്ല, അവിടെ ഇരുന്നിട്ടാണ് ചർച്ച ചെയ്തത്. എന്നിട്ടാണ് വ്യവസ്ഥ ഉണ്ടായത്. ആ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് അവർ ചേരുന്നത്. എന്തായാലും ഇപ്പോ സുപ്രീം കോടതി കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് എന്നൊരു പൊസിഷൻ എടുത്തു. പൊസിഷൻ എടുക്കാത്തൊരു പ്രശ്നമുണ്ട്. ഞാൻ ആ പൊസിഷൻ എടുത്തതിനുള്ള മറ്റ് വിമർശനങ്ങളൊക്കെ ഉണ്ടെങ്കിലും പൊസിഷൻ എടുക്കാത്തൊരു പ്രശ്നമുണ്ട്. അത് ഒരു സ്റ്റേറ്റിനെ നേരെ വിഭജിച്ച് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങൾ ഒരു അഷുറൻസ് നൽകിയിരിക്കുകയാണ്, വീണ്ടും ജമ്മു കാശ്മീരിന് സ്റ്റേറ്റ് പദവി നൽകും. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോ അത് പരിശോധിക്കുന്നില്ല. ലഡാക്ക് നിൽക്കുകയാണ് കേന്ദ്രഭരണ പ്രദേശമായിട്ട്, അതിൽ അഷുറൻസ് ഇല്ല. അപ്പോ ഏത് സ്റ്റേറ്റിനെയും നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെയോ അല്ലെങ്കിൽ സാധാരണമായ ഒരു നിയമനിർമ്മാണത്തിലൂടെയോ, ഭരണഘടന ഭേദഗതിയല്ല, സാധാരണമായ ഒരു നിയമത്തിലൂടെയോ ഏത് സ്റ്റേറ്റിനെയും കേന്ദ്രഭരണ പ്രദേശമാക്കാമോ എന്ന ഏറ്റവും മൗലികമായ, കാരണം ഫെഡറലിസത്തിന്റെ അതിനെ പൂർണ്ണമായി നിരാകരിക്കുന്ന ഒന്നാണ്. ആ ചോദ്യം സ്പർശിക്കാതെയും അതിന്റെ പ്രയോഗത്തിലൂടെ ഉണ്ടായ ഫലത്തെ നിലനിർത്തിക്കൊണ്ടുമുള്ള അസാധാരണമായ അല്ലെങ്കിൽ അപകടകരമായ ഒരു വിധിയാണ് അതിൽ ഈ ഭാഗത്തുള്ളതെന്ന് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. 370 ശരിക്കും അവർ ചെയ്തത് കാശ്മീരിന് മാത്രമല്ല, ഇന്ത്യൻ ഫെഡറലിസത്തിന് തകർക്കാനുള്ള ഏറ്റവും നല്ല ഉപാധിയായിട്ട് അതിന് ഉപയോഗിക്കുകയാണ് ചെയ്തത്. സ്റ്റേറ്റിനെ ഇല്ലാതാക്കുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ ഫെഡറലിസത്തെ കുറിച്ച് എന്താണ് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ ഒരു ഭരണഘടനാപരമായ സാധ്യത എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഫെഡറലിസത്തിന് നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് സംസാരിക്കാം. നമ്മളുടെ ഫെഡറലിസത്തെ കുറിച്ച് അംബേദ്കർ തന്നെ ദീർഘമായ പ്രസംഗമുണ്ട്. എങ്ങനെയാണ് നമ്മൾ അമേരിക്കൻ ഫെഡറലിസം. ഇപ്പോ നമ്മൾ GST വന്നല്ലോ. GST സാധാരണ വൺ നാഷൻ വൺ ടാക്സ്. അതൊരു ക്യാപിറ്റലിസത്തിന്റെ ഗ്ലോബലൈസേഷൻ കാലത്ത് മുദ്രാവാക്യമാണ്. ഗ്ലോബലൈസേഷൻ ലീഡ് ചെയ്യുന്ന രാജ്യം അമേരിക്കയാണ്. അമേരിക്കയിൽ ഇതുവരെ വൺ കൺട്രി വൺ ടാക്സ് ആയിട്ടില്ല, അല്ലെ മിസ്റ്റർ സാം? അല്ലെ, ഓരോ സ്റ്റേറ്റിലും ഓരോ ടാക്സ് ആണ്. നിങ്ങൾ പെട്രോൾ അടിക്കണമെങ്കിൽ വേറെ പെട്രോളിന് മാത്രമല്ല, ഏതിനും പ്രത്യേക ടാക്സ് ആണ്. ഈ മോഹന്റെ പുതിയ പുസ്തകം ഇന്നലെ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് ഫെഡറലിസത്തെ സംബന്ധിച്ചുള്ളത്. അപ്പൊ അതിലേക്ക് നമ്മൾ കാണേണ്ടത്, അമേരിക്കയിൽ ഈ GST അവിടെ വരാതിരുന്നത് ഫെഡറലിസത്തിന്റെ ശക്തിയാണ്. സ്റ്റേറ്റ് ഒന്നും അപ്രൂവ് ചെയ്തിട്ടില്ല. നമ്മുടെ ആ ഫെഡറലിസം അല്ല, നമ്മൾക്കൊരു യൂണിയൻ സ്വഭാവത്തിന് പ്രാമുഖ്യമുള്ള ഫെഡറലിസമാണ്. ഇപ്പോഴത്തെ പ്രശ്നം ഇപ്പോ ആ പരിമിതമായ അതുപോലും ഇല്ലാതാകുന്നു. ഇപ്പൊ ഫിസ്ക്കൽ ഫെഡറലിസം, നമുക്ക് എത്ര കടമെടുക്കണം നമുക്ക് തീരുമാനിക്കും. കടമെടുക്കാൻ പരിധി നിർണ്ണയിക്കണം. നമ്മൾ പറഞ്ഞു 3%. പക്ഷെ നമ്മുടെ നിയമപരമായ അവകാശം അത് ഇല്ലാതായി. ഏറ്റവും കൗതുകം, ഞാൻ പാർലമെന്റിലുള്ളപ്പോ ഒരു ദിവസം ശരത് പവാറാണ് ഒരു ബില്ല് കൊണ്ടുവരുന്നത്. ബുന്ദൽഖണ്ഡ് യൂണിവേഴ്സിറ്റി രൂപീകരിക്കണം, കാർഷിക യൂണിവേഴ്സിറ്റി. അപ്പൊ ഞാൻ പറഞ്ഞു, പാർലമെന്റിന് ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി ഇല്ല. യൂണിവേഴ്സിറ്റികളുടെ രൂപീകരണം സംസ്ഥാന അസംബ്ലികളുടെ നിയമനിർമ്മാണ അധികാരമാണ്. ഭയങ്കര പ്രശ്നമായി. അപ്പൊ കപിൽ സിബലാണ് HRD മിനിസ്ട്രി. ഭയങ്കര വാദമുഖങ്ങൾ നടന്നു. അപ്പൊ നമ്മളും കപിൽ സിബൽ പറഞ്ഞു, ഈ പാർലമെന്റ് എത്ര തവണ യൂണിവേഴ്സിറ്റി പാസ്സാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, യു കനോട്ട് ഓവർ റൂൾ ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് ബൈ പ്രീസിഡൻസ്. നിങ്ങൾക്ക് ഭരണഘടനാ വ്യവസ്ഥകളെ കീഴ്വഴക്കം കൊണ്ട് മറികടക്കാൻ കഴിയില്ല. അതായത് അന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യ ഡൽഹിയിൽ ലീഡ്. എന്തായാലും അന്ന് പാർലമെന്റിന്റെ നിഗമനം ഇത് നമുക്ക് അധികാരമില്ല എന്നാണ്. അപ്പൊ അന്ന് പ്രതിപക്ഷ നേതാവ് അരുൺ ജെയ്റ്റ്ലിയാണ്. അദ്ദേഹം അന്ന് എന്റെ വാദമുഖങ്ങളെയാണ് പിന്തുണച്ചത്. എന്നിട്ട് അദ്ദേഹം ശരത് പവാർ പറഞ്ഞു, നിങ്ങൾക്ക് ഇത് കൊണ്ടുവരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഐ വിൽ ഗിവ് എ സജഷൻ. ഇഫ് ഇറ്റ് ഈസ് എ നാഷണൽ ഇമ്പോർട്ടൻസ് യൂണിവേഴ്സിറ്റി ദെൻ വി ഹാവ് ദ ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി. ഇത് ദേശീയ പ്രാധാന്യമുള്ള യൂണിവേഴ്സിറ്റിയാണ്, പാർലമെന്റ് വഹിക്കാം. അപ്പോ കപിൽ സിബൽ വാദിക്കാൻ വീണ്ടും എഴുന്നേറ്റപ്പോ ശരത് പവാർ കുറച്ചുകൂടി സീസൺ പൊളിറ്റീഷ്യനും അദ്ദേഹം അഭിഭാഷകനാണല്ലോ. ശരത് പവാർ അദ്ദേഹത്തെ പിടിച്ചിരുത്തിയിട്ട് പറഞ്ഞു, ഞാൻ ഒഫീഷ്യൽ അമെന്റ്മെന്റ് മൂവ് ചെയ്യാണ്. അത് എൻട്രി 32 ആണ്.
എൻട്രി ഇപ്പൊ ചിലർ പറയും വിദ്യാഭ്യാസം ഇപ്പൊ കൺകറന്റ് ലിസ്റ്റിലാണ്. പൂർണ്ണമായിട്ടല്ല, ഇത് അന്ന് മാറ്റിയപ്പോ വിട്ടുപോയതാണെന്ന് അറിയില്ല. സ്റ്റേറ്റ് ലിസ്റ്റിന്റെ എൻട്രി 32 ഇൻകോർപ്പറേഷൻ ഓഫ് ദ യൂണിവേഴ്സിറ്റീസ് കൂടിയാണ്. അത് സ്റ്റേറ്റിന്റെ അധികാരമാണ്. 65, 66, 67 യൂണിയൻ ലിസ്റ്റ് കിടക്കുന്നത് അത് ഒന്ന് ഭരണഘടന പറയുന്ന യൂണിവേഴ്സിറ്റികൾ, പിന്നെ നാഷണൽ ഇമ്പോർട്ടൻസ് യൂണിവേഴ്സിറ്റി, പിന്നെ UGC ഒക്കെ വരുന്ന സ്റ്റാൻഡേർഡ് ഉണ്ടാക്കാൻ. അതിലും വളരെ രസകരമായ കാര്യം ഞാൻ പറയാം. ഇപ്പോ സുപ്രീം കോടതി വിധികളെല്ലാം വളരെ കൗതുകകരമാണെങ്കിലും ഒരാൾ പറയും, നിങ്ങൾ ഈ നാഷണൽ ഇമ്പോർട്ടൻസ് പറഞ്ഞ് സ്റ്റേറ്റിന് യൂണിവേഴ്സിറ്റികളിലേക്ക് ഇടപെടാനുള്ള അധികാരത്തെ നിങ്ങൾ കവർന്നെടുക്കാനാണോ ഉദ്ദേശിക്കുന്നത്? അപ്പൊ അംബേദ്കർ പറയും, വാട്ട് ഈസ് സ്റ്റാൻഡേർഡ്സ്? നിങ്ങൾ മദ്രാസ് യൂണിവേഴ്സിറ്റി ഒരു ഡിഗ്രി കൊടുക്കുന്നു, 35% മാർക്ക് ഉണ്ടെങ്കിൽ യു ആർ എ ഗ്രാജുവേറ്റ്. ബോംബെ യൂണിവേഴ്സിറ്റി ഡിഗ്രി കൊടുക്കുന്നു, 55% ഉണ്ടെങ്കിൽ യു ആർ എ ഗ്രാജുവേറ്റ്. നമ്മളൊരു അപേക്ഷ ക്ഷണിക്കുന്നു, ദ അപ്ലിക്കന്റ് ഷുഡ് ബി എ ഗ്രാജുവേറ്റ്. അപ്പോ ഒരു യൂണിഫിക്കേഷൻ ഇല്ല. ദിസ് ഈസ് ദ സ്റ്റാൻഡേർഡ്, യൂണിഫിക്കേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ്. അല്ലാതെ സ്റ്റേറ്റിന്റെ അധികാരത്തിൽ ഞങ്ങൾ ഇടപെടുന്നേ ഇല്ല. ഇപ്പോ പൂർണ്ണമായിട്ട് യൂണിവേഴ്സിറ്റി അങ്ങോട്ട് പോയി. 2, ഈ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ. സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ലെജിസ്ലേഷൻ മെയ്ഡ് ബൈ അതർ ദാൻ എ ലെജിസ്ലേച്ചർ എന്നാണ് അതിന്റെ ഡെഫിനിഷൻ തന്നെ. പാർലമെന്റോ നിയമനിർമ്മാണ സഭയോ പാസ്സാക്കാത്ത ഇതാണ് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ. ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ ആണ്. ഭരണഘടന പറയുന്നത് പാർലമെന്റ് പാസ്സാക്കിയ നിയമവും നിയമസഭ പാസ്സാക്കിയ നിയമം തമ്മിൽ കോൺട്രഡിക്ഷൻ ഉണ്ടെങ്കിൽ പാർലമെന്റ് പാസ്സാക്കിയ നിയമം നിൽക്കും. സുപ്രീം കോടതി പിന്നെ വിശാൽ ഇന്റർപ്രിട്ടേഷൻ നടത്തി പാർലമെന്റ് അംഗീകരിച്ചാലും ആ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്നുള്ളത് ലെജിസ്ലേഷൻ ആണ്, ഭരണഘടനാ വിരുദ്ധമാണ്. ഇപ്പോ ഞങ്ങൾ പാർലമെന്റിലുള്ളപ്പോ ഞാനാണ് ഫസ്റ്റ് അന്നോൾമെന്റ് മോഷൻ ഈ റൂളിനെതിരെ വയ്ക്കുന്നത്, IT റൂൾസ്. അതുവരെ ഒരു സബോർഡിനേറ്റ് ലെജിസ്ലേഷനും അന്നോൾ ചെയ്യാൻ പാർലമെന്റിൽ ഒന്നും വന്നിട്ടില്ല. ലേ ചെയ്യുമ്പോ ആ റൂൾസിൽ വ്യവസ്ഥയുണ്ടാവും, 30 ദിവസത്തിനുള്ളിൽ ഇത് അംഗീകരിച്ചില്ലെങ്കിൽ ഡീം ടു ബി അപ്രൂവ്ഡ് ബൈ ദ പാർലമെന്റ്. ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ 3 റീഡിങ്ങിലൂടെയാണ് ഭരണഘടന പറയുന്നത്. ഇൻട്രൊഡക്ഷൻ, കൺസിഡറേഷൻ, പാസിംഗ്. അത്രയും ഡിബേറ്റ് ചെയ്തു വരുന്ന നിയമത്തിന് തുല്യമാണ് സർക്കാർ ഇറക്കുന്ന ഒരു ഉത്തരവ് എന്നാണ് സുപ്രീം കോടതി നടത്തിയ അപകടകരമായ വ്യാഖ്യാനം. ഇതെല്ലാം ഫെഡറലിസം എന്ന അടിസ്ഥാന ശിലയെ പ്രയോഗത്തിൽ ഇല്ലാതാക്കിയിട്ടുള്ളതാണ്. അതുപോലെ ഈ ഫെഡറലിസം നേരിടാൻ പോകുന്ന ഏറ്റവും ഒരു വെല്ലുവിളിയാണ് 2026 ഡീലിമിറ്റേഷൻ വന്നിട്ട് നമ്മുടെ പാർലമെന്ററി കോൺസ്റ്റിറ്റ്യൻസിയും സംസ്ഥാനങ്ങളുടെ ജനസംഖ്യാടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു നീക്ക് പോവുകയാണ്. ഇപ്പൊ കേരളം പോലെ ജനസംഖ്യ നിയന്ത്രിച്ച ഒരു സംസ്ഥാനത്തിന് 20 MPമാരിൽ നിന്ന് എത്ര താഴോട്ട് വേണ്ടി വരും? ഉത്തർപ്രദേശ് പോലെ ജനസംഖ്യ നിയന്ത്രിക്കാത്തത് ഒരു ജനാധിപത്യമായ ഒരു അഡ്വാൻറ്റേജ് ആയി മാറുന്ന ഒരു സിറ്റുവേഷൻ വരില്ലേ? അതിനെ എങ്ങനെ നോക്കിക്കാണും? ഒരുപക്ഷെ ഭരണഘടന നേരിടുന്ന ഏറ്റവും വലിയ പുതിയ വെല്ലുവിളിയാണ് അത്. ശരിയാണ്. ഫെഡറലിസത്തെ ഇല്ലാതാക്കുന്ന മറ്റൊരു ഘടകം കൂടിയാണ് പറയാതെ ഇന്ന് പറയേണ്ട ഒരു കാര്യമാണ്, അത് ഗവർണറാണ്. അതിലേക്ക് വരാം, ഇനി സമയമുണ്ട്, അത് പ്രത്യേകം തന്നെ ചർച്ച ചെയ്യണം. അപ്പൊ ഈ ഗവർണറെ കുറിച്ച് അംബേദ്കർ പല ചർച്ചയുണ്ടാവും. അപ്പൊ ചിലത് പറയും ഇതൊരു എലക്ടഡ് പോസ്റ്റ് ആയിരിക്കണം, നോമിനേഷൻ പറ്റില്ല. അപ്പൊ അംബേദ്കർ പറയും നമുക്ക് എല്ലാവർക്കും അറിയാലോ, ദിസ് ഈസ് ഓൺലി ആൻ ഓർണമെന്റൽ പോസ്റ്റ്. സ്വന്തമായി തീരുമാനമെടുക്കാൻ അധികാരം ഒന്നുമില്ലാത്ത ഒരു പോസ്റ്റിലേക്ക് ആത്മാഭിമാനമുള്ള ആരെങ്കിലും മത്സരിക്കാൻ തയ്യാറാകുമോ? ഇതാണ് അന്ന് അംബേദ്കർ ചോദിക്കുന്ന ചോദ്യം. പിന്നെ നമ്മൾ എന്തിനാ വെറുതെ പണം ചെലവഴിച്ച് സമയവും കളയേണ്ടത്? ഇത് ഒരു പോസ്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ എന്ന് അന്ന് പറഞ്ഞതാണ്. ഇപ്പൊ ചരിത്രം തെളിയിച്ചുകൊണ്ടിരിക്കുക. അതെ, ഇപ്പൊ പക്ഷെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പോ നമ്മൾ ഈ മാധ്യമങ്ങൾ, ഇത് ശരിക്കും ഭരണഘടനാ വിദ്യാഭ്യാസം മാധ്യമങ്ങൾ കൂടി കൊടുക്കണം. ഇപ്പൊ ഗവർണർ പറയാണ് ബില്ല് പാസ്സാക്കിയിട്ട് അത് എനിക്ക് വേണ്ടത്ര തൃപ്തിപരമായ വിസ്തീർണം കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് വിസ്തീർണം നൽകേണ്ട ഉത്തരവാദിത്തമില്ല. ആസ് എ ലോ മിനിസ്റ്റർ ആണെങ്കിൽ ഞാനും എനിക്ക് ഉത്തരവാദിത്തമില്ല. കാരണം എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ സ്വതന്ത്രമായ സംവിധാനങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടന 167 മുഖ്യമന്ത്രിയുടെ ചുമതലകൾ. 1, മന്ത്രിസഭ എടുക്കുന്ന തീരുമാനങ്ങളും നിയമനിർമ്മാണത്തിന്റെ ഉദ്ദേശങ്ങളും ഗവർണറെ അറിയിച്ചിരിക്കണം. അത് നമ്മൾ എല്ലാ മന്ത്രിസഭ കഴിയുമ്പോഴും മലയാളത്തിലുള്ളത് ഇംഗ്ലീഷിലാക്കി, നിയമം ബില്ല് മലയാളത്തിലാണെങ്കിൽ ഇംഗ്ലീഷിൽ അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിന് അനുമതി വാങ്ങിക്കണം. 2, ആ സമയത്ത് ഗവർണർ ചോദിക്കുന്ന വിവരങ്ങളെല്ലാം മുഖ്യമന്ത്രി ഗവൺമെന്റിന് വേണ്ടി നൽകിയിരിക്കണം. ഒന്നും ചോദിച്ചിട്ടില്ല ഇതേവരെ. അപ്പൊ ഭരണഘടനാപരമായി ചോദിക്കേണ്ട അവിടെയാണ്. നിയമസഭയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ then it is a property of the house. ഇപ്പൊ ഞാനൊരു ബില്ല് അവതരിപ്പിച്ചു, സുധീർ ഒരു MLA ആണ് എന്ന് കരുതുക, അദ്ദേഹം ഒരു ഭേദഗതി വെച്ചു, ഞാൻ പറഞ്ഞു എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സഭ തീരുമാനിച്ചു, വോട്ടിട്ട് അംഗീകരിച്ചു.
അപ്പൊ ഗവർണർ എന്നോട് ചോദിക്കാൻ ഈ ഭേദഗതി എന്താണ്? വിൽ ഓഫ് ദ ഹൗസ്. എനിക്ക് പറയാൻ പറ്റില്ല, ലെജിസ്ലേച്ചർ. അതുകൊണ്ടാണ് ആർട്ടിക്കിൾ 200 പറയുന്നത്, ഗവർണർക്ക് എന്തെങ്കിലും പിന്നെ മാറ്റം വരുത്തണമെങ്കിൽ യു ഷുഡ് സെൻഡ് ഇറ്റ് ബാക്ക് ടു ദ ലെജിസ്ലേച്ചർ, നോട്ട് ടു ദ ചീഫ് മിനിസ്റ്റർ, നോട്ട് ടു ദ എക്സിക്യൂട്ടീവ്, ടു ദ ലെജിസ്ലേച്ചർ. വളരെ വ്യക്തമാണ് ഭരണഘടന. പക്ഷെ ഈ ഭരണഘടന വായിക്കാൻ ഈ യാത്രയുടെ തിരക്ക് മൂലം പല ഗവർണർമാർക്കും ഇപ്പൊ സമയം കിട്ടുന്നില്ല. അതാണ് അതിന്റെ പ്രശ്നം. അല്ല, അവര് സത്യം പറഞ്ഞ ഭരണഘടനയുടെ കാവലാൾ എന്നുള്ളതിന് പകരം ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ ശമ്പളക്കാരൻ എന്ന രീതിയിലേക്ക് തരംതാണ് പോകുന്ന അവസ്ഥയാണ് ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ നമ്മൾ കാണുന്നത്. അതെ അതെ, അതിൽ തന്നെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് വാട്ട് ഇസ് എ പ്രഷർ. ഇപ്പൊ ഇടയ്ക്ക് ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകർ, നിങ്ങളുടെ പ്രഷർ നിങ്ങളോടുള്ള പ്രഷർ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹത്തിന് ഈ ഗവർണർക്ക് ഒരു ഇൻഡിപെൻഡന്റ് ആയി പ്രഷറേ ഇല്ല, പ്രീതി, വ്യക്തിപരമായി പ്രീതിയില്ല. വാട്ട് ഈസ് ദ പ്രഷർ ഓഫ് ദ ഗവർണർ? ദാറ്റ് ഈസ് ദ പ്രഷർ ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. എന്നുവെച്ചാൽ വ്യക്തിയാണെങ്കിലും വ്യക്തിപരമായി പ്രീതിയില്ലാത്ത ഏക മനുഷ്യൻ എന്നുള്ളത് ഗവർണറാണ്. അദ്ദേഹത്തിന്റെ പ്രീതി ക്യാബിനറ്റിന്റെ പ്രീതി മാത്രമാണ്. ഡിസ്ക്രിപ്ഷൻ ചെയ്യാവുന്ന ചില ഭാഗങ്ങളുണ്ട്, അത്രേ ഉള്ളൂ. സുധീർ ചോദിച്ചത് ഈ ഡീലിമിറ്റേഷൻ, യഥാർത്ഥത്തിൽ ഇത് വലിയ ഫെഡറലിസത്തിൽ ബാലൻസിങ് തെറ്റും. ഇപ്പൊ തന്നെ നമുക്ക് ധനസഹായം, ഫിനാൻസ് കമ്മീഷൻ, നിങ്ങളുടെ ജനസംഖ്യ നിയന്ത്രിച്ചു, അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്ര വേണ്ട. അപ്പൊ ജനസംഖ്യ നിയന്ത്രിക്കാത്തവർക്കും അവർക്ക് ആവശ്യത്തിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ നന്നായി പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം സൗകര്യമൊക്കെ, അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന് അധികം കാശ് വേണ്ട. അപ്പൊ യഥാർത്ഥത്തിൽ ഡീലിമിറ്റേഷൻ കൂടി വരുമ്പോ ഈ 2011 സെൻസസ് അല്ലെങ്കിൽ പിന്നത്തെ സെൻസസ് നമ്മളൊരു 10-11 ലോക്സഭ സീറ്റ് മാത്രമുള്ളതായിട്ട് മാറും. തെക്ക് വടക്ക് വൈരുദ്ധ്യങ്ങളിലേക്ക് വരും. തെക്കൻ സംസ്ഥാനങ്ങളെല്ലാം തന്നെ മിക്കവാറും ഈ നിയന്ത്രണങ്ങൾ ഒന്നാണ്. ഇന്ത്യയെ തന്നെ വിൽക്കുമോ എന്ന രൂപത്തിലേക്കുള്ള ആശങ്കകൾ ഉയരുന്ന വലിയ വലിയ പ്രതിഷേധങ്ങൾ സ്വഭാവം. അപ്പൊ അതെല്ലാം വളരെ ജാഗ്രതയോടുകൂടി തന്നെ നിർവഹിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. ഏതായാലും സമയക്കുറവുണ്ട്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സിറ്റിസൺഷിപ്പ് ആക്ട് പറഞ്ഞില്ല, അതുകൂടി ഒന്ന് പറഞ്ഞിട്ട് പോവാന്ന്. സിറ്റിസൺഷിപ്പ് ആക്ടിന്റെ പ്രത്യേകതകൾ കൂടി അതെങ്ങനെ ഭരണഘടന കണ്ടിരുന്നത് ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ. സിറ്റിസൺഷിപ്പ് ആക്ട് എന്നുള്ളത് എപ്പോഴാണോ പൗരത്വത്തിന് മതം ഒരു അടിസ്ഥാന ഘടകമാകുന്നത്, അതോടുകൂടി മതനിരപേക്ഷ രാഷ്ട്രം മതരാഷ്ട്രമായി മാറും. എപ്പോഴാണോ മതനിരപേക്ഷ രാഷ്ട്രം മതരാഷ്ട്രമായി മാറുന്നത്, അതോടുകൂടി ജനാധിപത്യം എന്നുള്ളത് ഏകാധിപത്യമായി മാറുകയും ചെയ്യും. അതിന്റെ ഒരു അടിത്തറയാണ് ഈ സിറ്റിസൺഷിപ്പ് ആക്ട് എന്നുള്ളത്. അവർ പറയുന്നത് ഞങ്ങൾ ആരും ഒഴിവാക്കിയിട്ടില്ല. ഇപ്പൊ ഈ മുറിയിലിരിക്കുന്ന അപ്പുറത്ത് 4 പേരെ കയറ്റാതെ ഞങ്ങൾ ഇവിടെ എല്ലാം ഇതിൽ മുസ്ലിം ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. അതാണ് പ്രകടമായിട്ട്. നിങ്ങൾ ഉൾപ്പെടുന്നവരെ കുറവ് പറയുന്നു, ഒഴിവാക്കപ്പെട്ടവർ പറയുന്നില്ല. ഈ ചോദ്യങ്ങളെല്ലാം അന്ന് വന്നതാണ്. ഞാൻ പറഞ്ഞു വെൽ സെറ്റിൽ പൊസിഷനാണ്. ഒരാൾ പറയും പാകിസ്ഥാൻ ഭരണഘടനയുടെ ഈ 5 മുതൽ 11 വരെയുള്ളിൽ പാകിസ്ഥാനിൽ പോയവർക്ക് തിരിച്ചു വരുമ്പോ പൗരത്വം കൊടുക്കാം. അപ്പോ ഒരാൾ പറയും ഇത് അവര് അങ്ങോട്ട് പോയതല്ലേ, എല്ലാ മുസ്ലിം പോയിട്ടുണ്ടോ? ജിന്ന പോയി, അല്ലെങ്കിൽ മൗദീദി പോയ ആളാണ്. മൗദീദിയുടെ വീടിരിക്കുന്നത് ഇന്നത്തെ ഇന്ത്യയിലാണ്. അദ്ദേഹം അവിടെ തീരുമാനിച്ച് പാകിസ്ഥാനിലേക്ക് പോയ ആളാണ്, ജമാഅത്ത് ഇസ്ലാം ഉണ്ടാക്കിയ ആളാണ്. ബിസ്മില്ലാ ഖാൻ നോക്കൂ, ഗംഗയെ കാണാതിരിക്കാൻ ഞാൻ പാടാൻ കഴിയും എന്നാണ് ബിസ്മില്ലാ ഖാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള ഒരു ഇന്ത്യയാണ്. അപ്പൊ അതിൽ മതം തിരിച്ചു വരുന്നവർ മുസ്ലിം അല്ലാത്തവർക്ക് പൗരത്വം കൊടുക്കാവൂ എന്ന് അന്ന് വാദിച്ചു. പാകിസ്ഥാനിൽ തിരിച്ചു വരുന്നവർ വിഭജനത്തിന് ശേഷം ചിലർ പറഞ്ഞു ഇനി പൗരത്വം കൊടുത്താൽ പ്രശ്നമാവും, അവരുടെ സ്വത്തൊക്കെ നമ്മൾ ഇപ്പം തന്നെ എടുത്തു കഴിഞ്ഞു. അപ്പൊ മറ്റൊരാൾ പറയും ഇത് നമ്മൾ ട്രേഡേഴ്സിന്റേതല്ല, ഇത് ജനാധിപത്യമാണ്. ജവഹർലാൽ നെഹ്റു ആ ഘട്ടത്തിൽ ഇടപെടുന്നുണ്ട്. നെഹ്റു പറഞ്ഞു മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നിയമവും ഒരു ചട്ടവും പൗരത്വത്തിന് വേണ്ടി ഉണ്ടാകാൻ പാടില്ല. അതാണ് വെൽ സെറ്റഡ് പൊസിഷൻ. ആഫ്റ്റർ എ ഡീറ്റെയിൽഡ് ഡിബേറ്റ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഹാഡ് ടേക്കൺ ദിസ് പൊസിഷൻ. ഇപ്പോ അത് നേരെ മാറി പുതിയ ചിലർ പറയുന്നില്ലേ ഹിന്ദുക്കൾക്കും സിഖുകാർക്കും വേറെ എവിടെയുണ്ട് രാജ്യം. ഇത് അന്ന് ചർച്ച ചെയ്തതാണ്. ഇതെല്ലാം ചർച്ച ചെയ്തിട്ടാണ് 5 മുതൽ 11 വരെയുള്ള ഭരണഘടനാ ആർട്ടിക്കിളുകൾക്ക് സഭ അംഗീകാരം നൽകിയത്. ഒരു ജനാധിപത്യ ഭരണാധികാരി അമിതാധികാരം ഉപയോഗിച്ചാൽ അതിനെ എങ്ങനെ നിയന്ത്രിക്കുന്നതിനെ കുറിച്ച് ഭരണഘടന കണ്ടിട്ടുണ്ടോ? ഒരുപക്ഷെ 352 നമ്മളെ എമർജൻസി വന്നപ്പോൾ നമ്മുടെ മുന്നിൽ വന്നൊരു ചോദ്യമാണത്. ഒരുപക്ഷെ ഇപ്പോഴും അത് വരുന്നുണ്ട്. ഒരു ഭരണാധികാരി എങ്ങനെയാണ് അയാളുടെ അധികാരം ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ച് ഭരണഘടനയ്ക്ക് കാഴ്ചപ്പാടുണ്ടോ? നമ്മൾ കാണേണ്ടത് ഇപ്പൊ ഒരു വ്യക്തി ഒരു അധികാരത്തിലിരുന്നിട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് മാത്രം കാണാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇവിടെ പ്രശ്നം നിങ്ങൾ നോക്കുമ്പോ ജനാധിപത്യപരമായി പ്രവർത്തിക്കാവുന്ന എല്ലാ സംവിധാനങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഇത് ഭയങ്കര പ്രശ്നമുള്ള ഒരു ഏറ്റവും ഗൗരവമായ പ്രശ്നം ഇതാണ്. ഇപ്പോ പാർലമെന്റ് പ്രവർത്തിക്കുന്നുണ്ടോ? ഞാനിപ്പോ PRSന്റെ നോക്കിക്കഴിഞ്ഞപ്പോ ശരാശരി അസംബ്ലി ചേരുന്നത് 11 ദിവസമാണ് ഒരു വർഷം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അസംബ്ലി ചേരുന്ന സംസ്ഥാനം കേരളം, 61 ദിവസം, 67 ദിവസം ഏറ്റവും ഒടുവിൽ. ഇന്ത്യ ശരാശരി 11 അത് ബഡ്ജറ്റ് പാസ്സാക്കാനാണ്, ഭരണഘടനാപരമായിട്ട് പാസ്സാക്കണം. ഇതാണ് അവസ്ഥ. പാർലമെന്റ് സ്ഥിതി അതിനേക്കാൾ മോശമായിരിക്കും. പാർലമെന്റ് അതിനേക്കാൾ മോശമാണ്. ഞങ്ങളുടെ സന്ദർഭത്തിൽ ഡിബേറ്റ് ഇല്ലല്ലോ. ഡിന്നിൽ ഒരു ബില്ലും പാസ്സാക്കില്ല. രാജ്യസഭയിൽ ഡിന്നാണോ ബില്ല് പാസ്സാക്കില്ല ആഫ്റ്റർ ദ ഡിബേറ്റ്. പിന്നെ എല്ലാ ബില്ലുകളും കമ്മിറ്റിക്ക് അയക്കും. ഇന്ത്യയിൽ ഒരൊറ്റ സംസ്ഥാനം മാത്രമേ ബില്ലുകൾ കമ്മിറ്റിക്ക് അയക്കും. നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ ബില്ലുകളും കമ്മിറ്റികൾക്ക് അയക്കും. ചിലത് സെലക്ട് കമ്മിറ്റിക്ക് അയക്കും. സെലക്ട് കമ്മിറ്റി എക്സ്റ്റൻഷൻ ഓഫ് ഡെമോക്രസി. അപ്പൊ കേരളം മാത്രമാണ് ഇത്തരം ഏകാധിപത്യ പ്രവണതകളൊന്നുമില്ലാതെ ജനാധിപത്യപരമായി പാർലമെന്റ് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്. മറ്റിടങ്ങളിൽ ഈ ജനാധിപത്യ സംവിധാനങ്ങൾ നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ട് ഇല്ലാതായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോ കാണുന്ന ഭാഗം. ഒരു ചോദ്യം, ഇപ്പം ഈ മോഡിയുടെ എക്കണോമിക് അഡ്വൈസറായ ബിബക് ഡെബ്രോയിയാണ് ഒരു പുതിയ ചോദ്യം മുന്നോട്ട് വെച്ചതിൽ വെദർ ഇന്ത്യ നീഡ് എ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു പുതിയ ഭരണഘടന ആവശ്യമാണോ എന്നുള്ള ചോദ്യം മുന്നോട്ട് വെക്കുകയും അതിനെ റെസ്പോണ്ട് ചെയ്യുകയും അത് ആ രീതിയിലേക്ക് മാറ്റുന്ന രീതിയിലേക്കുള്ള ഒരു 2024 വളരെ നിർണായകമാവുന്നതിന്റെ ഒരു കാരണം കൂടി അതാണ്. ഭരണഘടനയെ അവരെങ്ങനെയാണ് കൈകാര്യം തോന്നി പുറന്തോട് നിലനിർത്താതെ തന്നെ അവർക്ക് അതിനെ മാറ്റാൻ കഴിയും. അതിന് ആ വ്യാകുലതയോടുകൂടി പക്ഷേ ഈ സെഷൻ നമുക്ക് അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് എനിക്ക്. അതൊരു പുതിയ പ്രശ്നമല്ല. വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ഒരു ഭരണഘടന പരിഷ്കരണ കമ്മീഷൻ വെച്ചിരുന്നു. എന്നാൽ അന്നൊരു ഇത്രയും ഒരു അധിക പിന്തുണ ഇല്ലാതിരുന്ന ഘട്ടമായതുകൊണ്ട് വെങ്കടചല്ലയ്യ, ജസ്റ്റിസ് കൃഷ്ണ, ഇങ്ങനെ പല കമ്മിറ്റികളിലും പലരൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ അങ്ങ് മാറുകയാണ് ചെയ്തത്. ഭരണഘടന എന്റെ പുസ്തകത്തിൽ ഒരു ചാപ്റ്റർ ഈ കോൺസ്റ്റിറ്റ്യൂഷനോട് ഓരോ പൊളിറ്റിക്കൽ പാർട്ടികളും സംവിധാനങ്ങളും സ്വീകരിച്ചിട്ട സമീപനമാണ്. അന്നേ ഗോൾവാൾക്കർ, സവർക്കർ ഇവരെല്ലാം പറഞ്ഞിരുന്നു മനുസ്മൃതിയാണ് ശരിയായ ഭരണഘടന ഇന്ത്യക്കാരെ സംബന്ധിച്ച്. ഈ 3 ത്രിവർണ്ണ പതാക പോലും ശരിയല്ല എന്ന് എഴുതി, ത്രിവർണ്ണ പതാക. പിന്നെ നമ്മൾ ഈ ചിലത് ഇപ്പോ രാഷ്ട്രഭാഷ നമ്മൾ തന്നെ കുറെ അപകടം ഉണ്ടാക്കിയിട്ടുണ്ട്. രാഷ്ട്രഭാഷയായ ഹിന്ദിയും പ്രാദേശിക ഭാഷയായ മലയാളവും. ഭരണഘടനയിൽ രാഷ്ട്രഭാഷയില്ല. ചർച്ച ചെയ്തിട്ട് നാഷണൽ ലാംഗ്വേജ് ഇല്ല, ഒഫീഷ്യൽ ലാംഗ്വേജ് ഉള്ളൂ, ഒഫീഷ്യൽ ലാംഗ്വേജ് ഫോർ കമ്മ്യൂണിക്കേഷൻ. പ്രാദേശിക ഭാഷയില്ല, മലയാളവും ഷെഡ്യൂളിലുള്ള ഔദ്യോഗിക ഭാഷയാണ്. ഇങ്ങനെ പിന്നെ കേന്ദ്ര സർക്കാരില്ല ഭരണഘടനയിൽ, യൂണിയൻ ഗവൺമെന്റ്. നമ്മൾ പക്ഷെ പറഞ്ഞ് അവരെ കേന്ദ്രമാക്കി കളഞ്ഞു, കേന്ദ്രീകരിച്ചു. കേന്ദ്ര സർക്കാർ ഇല്ല, യൂണിയൻ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പൊ അതിൽ ഇങ്ങനെയുള്ളതുണ്ട്. ഭരണഘടന ഇത് ഒരു തടസ്സമാണ്. ഇപ്പൊ ഉള്ള അവരുടെ പ്രത്യയശാസ്ത്രത്തിന്റെ പൂർത്തീകരണത്തിന് നിലവിലുള്ള ഭരണഘടന തടസ്സമാണ്. പരമാവധി ഇതിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ വിരുദ്ധ പ്രയോഗങ്ങൾ നടക്കുന്നു. പിന്നെ മാറ്റി എഴുതുക എന്നുള്ളത് ഏറെക്കാലം തുടങ്ങുമ്പോൾ ഘട്ടം മുതൽ തന്നെ അവരുടെ താല്പര്യത്തിന്റെ കൂടി ഭാഗമാണ്. ഭരണഘടനയെ കുറിച്ച് സംസാരിക്കുന്നതിന് ഒരുപാട് സംസാരിക്കാനുണ്ട്. 1 കൺട്രി 1 ഇലക്ഷൻ അങ്ങനെ വിട്ടുപോയ കാര്യങ്ങളുണ്ട്. പക്ഷെ എന്തായാലും സദസ്സിന് സമയം കൊടുക്കുക എന്ന് പറയുന്ന ജനാധിപത്യ മര്യാദ അനുസരിച്ച് ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്. സ്റ്റേറ്റ്മെന്റ് വരരുത്, സമയക്കുറവുണ്ട്. ഏകദേശം 8 മിനിറ്റ് നമുക്കുള്ളൂ. ചോദ്യങ്ങൾ എടുക്കാം. സാർ നമസ്കാരം. ഞാനൊരു LGBTQ വിഭാഗത്തിൽ പറഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ നിയമവകുപ്പ് മന്ത്രി എന്ന നിലയിൽ നമ്മുടെ എല്ലാ വിഭാഗങ്ങൾക്കുമുള്ള അവകാശങ്ങൾ ക്യൂർ കമ്മ്യൂണിറ്റിക്ക് നിഷേധിക്കപ്പെടുന്നുണ്ട് നിലവിൽ. അത് ഭാവിയിൽ ഇപ്പോൾ സുപ്രീം കോടതി വിധി പറഞ്ഞു പാർലമെന്റാണ് വിവാഹം അടക്കമുള്ള സിവിൽ നിയമങ്ങൾ പാസ്സാക്കേണ്ടതെന്ന്. അടുത്ത കാലത്തെങ്ങാനും ഞങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ഹോപ്പ് പ്രതീക്ഷിക്കാമോ? ഞങ്ങൾക്ക് ഒരു കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നൊരു മാരേജ് എന്ന് പറഞ്ഞ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംസ്ഥാന സർക്കാരിന് എന്തുകൊണ്ട് ഈ ഒരു കാര്യത്തിലൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല? അത് സംബന്ധിച്ചുള്ള നിയമം പാർലമെന്റാണ്. ലെജിസ്ലേറ്റീവ് കോമ്പറ്റൻസി പാർലമെന്റിനാണ്. പാർലമെന്റിനാണെങ്കിലും വേണമെങ്കിൽ സുപ്രീം കോടതിക്ക് ചിലത് ഭരണഘടനാ വിരുദ്ധമായ വ്യവസ്ഥകളാണ്, വി എന്ന് പറഞ്ഞാൽ ഇവര് കൂടി ഉൾക്കൊള്ളുന്നതാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ സുപ്രീം കോടതി എന്തോ അതിനകത്ത് പൂർണ്ണമായിട്ടും പാർലമെന്റിനാണ് വിട്ടിരിക്കുന്നത്. എത്ര കാലം കൊണ്ട് നടക്കുമെന്ന പ്രതീക്ഷ ഇന്നത്തെ പാർലമെന്റിന്റെ ഭൂരിപക്ഷത്തിന്റെ സ്വഭാവം അനുസരിച്ച് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്ന കാര്യമാണ്. പിന്നെ നമ്മുടെ പാർലമെന്റിലും നിയമസഭയിലും പിന്നെ വർക്ക് ചെയ്തൊരു വ്യക്തി എന്നുള്ള നിലക്ക് ഭരണഘടനാപരമായ കാര്യങ്ങളിൽ ഒരു അവഗാഹം നേടിയ ആളാണ് താങ്കൾ. ഈ പാർലമെന്റിലെയും നിയമസഭയിലെയും താങ്കളെ എക്സ്പീരിയൻസ് വെച്ച് ഇപ്പോൾ ഒരു
ഡോക്ടറെ സംബന്ധിച്ചും അയാൾ അനാട്ടമി പഠിക്കുക എന്നുള്ളത് വളരെ ഒരു ഇപ്പൊ നമ്മൾ ഭരണഘടനാ വിദഗ്ധന്മാരെ കാണല് സാധാരണ ഈ അഭിഭാഷകരിലാണ്. താങ്കളുടെ എക്സ്പീരിയൻസിൽ ഈ ഭരണഘടന നേരിടുന്ന ഈ വെല്ലുവിളി നേരിടാൻ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കേണ്ട ജനപ്രതിനിധികൾ ഭരണത്തെക്കുറിച്ച് എത്രത്തോളം ബോധവാന്മാരാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നത്? അല്ല, നേരത്തെ സുധീർ പറഞ്ഞൊരു ഭാഗം പ്രസക്തമാണ്. ഒരു കാലം വരെ, ഒരു 14 മുമ്പുള്ള കാലം, ഈ ഭരണഘടന എന്നുള്ളത് അഭിഭാഷകർക്ക് അതുപോലെയുള്ളവർ മാത്രം കൈകാര്യം ചെയ്യേണ്ടതാണ് എന്ന ഒരു കാഴ്ചപ്പാടാണ് പൊതുവെ ഉണ്ടായിരുന്നത്. എന്നാൽ ഭരണഘടന നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോ ഞങ്ങളെല്ലാം പാർലമെന്റിൽ പോകുമ്പോൾ എന്തെങ്കിലും പോക്കറ്റ് എഡിഷൻ ഉണ്ടാവും. നമ്മളെപ്പോഴും പോക്കറ്റ് എഡിഷൻ വയ്ക്കും. ഞാൻ എപ്പോഴാണെങ്കിലും നമുക്കത് ആവശ്യം വരില്ലോ. ഭരണഘടന വായിക്കുമ്പോൾ തന്നെ അതിന്റെ ലെജിസ്ലേറ്റീവ് ഇന്റന്റ് കൂടി നോക്കിയിട്ടായിരിക്കണം, എന്നാൽ നമുക്ക് കുറച്ചുകൂടി അർത്ഥം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ അതിന്റെ ഇന്റർപ്രിട്ടേഷൻസ് എങ്ങനെ കോടതി, 2 ഭാഗം പ്രധാനമാണ്. ലെജിസ്ലേറ്റീവ് ഇന്റന്റ് CID ആണ്, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഡിബേറ്റ്സ് ആണ്. ഞാൻ പാർലമെന്റിലേക്ക് പോയപ്പോ നമ്മുടെ രണ്ടുപേർക്കും വളരെ പ്രിയപ്പെട്ട PG എന്നോട് പറഞ്ഞു, എടോ ലൈബ്രറിയാണ് പ്രധാനം, PG പിന്നെ സഞ്ചരിക്കുന്ന ലൈബ്രറി ആണല്ലോ. അപ്പൊ അവിടെ ഒരു സൗകര്യമുണ്ട്, നമ്മൾ പുസ്തകം വായിച്ച് അവിടെ മാർക്ക് ചെയ്ത് അവിടെ ഇരുന്നോളൂ. CID ഡിബേറ്റ് ഏത് വേണമെങ്കിലും ചോദിച്ചാൽ കിട്ടിക്കോളൂ. ഇനി ഏത് പുസ്തകം വേണമെങ്കിലും നമ്മൾ ആവശ്യപ്പെട്ട് അവർ കൊണ്ടുവരും. അവിടെ അധികം പേര് പോകാറില്ല എന്നുള്ളതാണ് നമ്മളുടെ ഒരു പ്രശ്നം. അതിനൊരു കാരണം, ഇപ്പൊ അന്ന് ഡൽഹിയിൽ ഞാൻ കണ്ടൊരു ഭാഗം, നമ്മൾ കണ്ടന്റ് ഉണ്ടെങ്കിൽ ഡിബേറ്റിന് അത് മീഡിയയും കുറച്ച് കൊടുക്കും, സഭയ്ക്ക് അംഗീകാരം കിട്ടും. ഇപ്പൊ ഡിബേറ്റേ ഇല്ല. ഞാൻ എഴുന്നേറ്റ് നിന്നു, എനിക്ക് അവസരം വന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങോട്ട് ചെയറിലിരിക്കുന്ന ആൾ ഇങ്ങനെ നിങ്ങളിപ്പോ അവിടെ നേരിട്ടില്ല, ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന എന്ത് ചെയ്യും? ഇപ്പൊ എല്ലാവരും അങ്ങോട്ടൊന്നും ചോദ്യം ഉയർന്ന സ്ഥലത്തേക്ക് നോക്കുന്നില്ല ചെയറിലിരിക്കുന്ന ആളുകൾ. പിന്നെ കേരളത്തിലെ മീഡിയയുടെ പുസ്തകത്തിലുണ്ടെങ്കിൽ പലരും ഈ നിയമസഭയിൽ പിറ്റേ ദിവസം പത്രത്തിൽ വരാനിടയുള്ളത് എന്താണ്, അതിനെന്തെങ്കിലും അതിന് പറ്റുന്ന തയ്യാറാക്കിയിട്ട് വരാം. ഇപ്പൊ പ്രസംഗിക്കുന്നതിന് വേറെ രീതിയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എവിടെ വെച്ച് മുറിക്കാൻ നോക്കുക ആളുകൾ, സോഷ്യൽ മീഡിയ കൊടുക്കാൻ. ആ മുറിക്കാവുന്ന മട്ടിലാണ് പലരും ഇപ്പൊ പ്രസംഗിക്കുന്നത്. 4-5 അത്ര മതി, വേറെ ബില്ലിലേക്ക് പോകണ്ട. പലരും ബില്ലിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പശുവിനെ കൊണ്ട് ഈ തെങ്ങുമ്മ കേട്ടു. അപ്പൊ നമ്മൾ വിചാരിക്കും തെങ്ങിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതും പറയില്ല. അവന്റെ മുകളിൽ ഓലയിൽ ഇരുന്ന കാക്ക പറന്നു പോയിട്ട് എവിടെയാണ് വന്നിരിക്കണേ എന്ന മട്ടിൽ പറയുന്നതിലും വൈദഗ്ധ്യമുള്ള ആളുകൾ നമ്മുടെ പ്രതിനിധികളുടെ കൂട്ടത്തിലുണ്ട്. 1-2 ചോദ്യങ്ങൾക്ക് സമയമുള്ളൂ. നമസ്കാരം. കോൺസ്റ്റിറ്റ്യൂവൻസ് അസംബ്ലിയിൽ ഈ സെക്യുലർ സ്റ്റേറ്റ് എന്നുള്ള പ്രയോഗം ആദ്യഘട്ടത്തിൽ തന്നെ വരാതെ പോയതിന്റെ കാരണം എന്താണ്? ശക്തമായ എതിർപ്പുണ്ടായിരുന്നുകൊണ്ടാണോ, അതോ അങ്ങനെ സങ്കല്പം ഉണ്ടായിരുന്നു അംഗങ്ങൾക്കിടയിൽ, കമ്മിറ്റിക്കിടയിൽ എന്ന് പറയണ്ടായി? എന്തുകൊണ്ട് ആദ്യത്തെ തന്നെ സെക്യുലർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞില്ല? രണ്ടാമത്തെ കാര്യം, പിന്നീട് ഇന്ദിരാഗാന്ധി സെക്യുലർ എന്നുള്ള പ്രയോഗം പ്രിയാമ്പിൾ കൂട്ടിച്ചേർക്കാൻ ഇടയായ കാരണം എന്താണ്? അതിലാദ്യത്തിൽ ഇപ്പൊ HV കാമത്താണല്ലോ ഈ ഭേദഗതി അവതരിപ്പിച്ചത്. ഒരു ഘട്ടത്തിൽ കാമത്ത് തന്നെ പറയുന്നുണ്ട് ഈ പൗരത്വത്തെ കുറിച്ച് ചർച്ചയിൽ. നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞില്ലെങ്കിലും ഇറ്റ് ഈസ് സെക്യുലർ സ്റ്റേറ്റ്, പ്രത്യേകം പറയേണ്ടതില്ല. അല്ലാതെ തന്നെ ഇത് സെക്യുലർ ആണ്. നമ്മുടെ ഭരണഘടന മുഴുവൻ ചേർത്ത് വായിക്കുമ്പോൾ ഇത് സെക്യുലർ ആണ് എന്ന് വളരെ വ്യക്തമാണ്. പിന്നെ അതിനുള്ള ഭേദഗതികളാകെ വന്നില്ല. പിന്നെ ചിലർ പറയും അന്ന് ഭേദഗതി അവതരിപ്പിച്ച് തള്ളപ്പെട്ടു, അതായത് ജസ്പാലിന്റെ ഒരു ഭേദഗതി, അതൊന്നല്ല, ഒരു കോമൺവെൽത്ത് ഓഫ് സോഷ്യലിസ്റ്റ് സെക്യുലർ റിപ്പബ്ലിക് എന്നൊക്കെ പറഞ്ഞൊരു വലിയ ഭേദഗതിയാണ്. ആ ഭേദഗതിയാണ് റിജക്ട് ചെയ്തത്, സ്പെസിഫിക് ആയിട്ടുള്ള ഈ ഭേദഗതിയല്ല. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കൊണ്ടുവന്നത് നമുക്കറിയാലോ, സെക്യുലർ സോഷ്യലിസ്റ്റ് തന്നെ കൊണ്ടുവന്നത്. അത് ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും എതിരായി പ്രവർത്തിക്കുമ്പോ അതിന് പറ്റുന്ന ഒരു ഭേദഗതി എന്ന നിലയിൽ അത് കൊണ്ടുവന്നതായിട്ട് കൂട്ടിയാൽ മതി. അതിനകത്ത് സർ, ഒരു ആശങ്ക പങ്കുവയ്ക്കാനുള്ളത്, ദേവാലയ ഉദ്ഘാടനം അർദ്ധ ഔദ്യോഗിക പരിപാടിയാവുകയും അതിൽ പ്രധാനമന്ത്രി ഉദ്ഘാടകന്റെ റോളിൽ വരികയും എന്നാൽ പ്രസിഡന്റ് അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിന് ഭരണഘടനാപരമായി എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളത് അറിയാൻ താല്പര്യമുണ്ട്. അതില് പ്രസിഡന്റ് മാറുന്നതിൽ എനിക്ക് ഉത്കണ്ഠയൊന്നുമില്ല, നല്ലത് തന്നെ എന്നുള്ളത് തന്നെയാണ് ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന്. എന്നാൽ എന്റെ ഉത്കണ്ഠ ആർട്ടിക്കിൾ 79, വാട്ട് ഈസ് പാർലമെന്റ്? പാർലമെന്റ് 2 സഭകളും പ്രസിഡന്റും ചേരുന്നതാണ്. 2 സഭകളുടെ ഭാഗമായി ചേരുന്ന ഒറ്റയാളുള്ളൂ, അത് പ്രസിഡന്റാണ്. പ്രൈം മിനിസ്റ്റർ, ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ഈസ് ദ ലീഡർ ഓഫ് ദ ഹൗസ് ഓഫ് ദ പീപ്പിൾ, ലോക്സഭ. മൻമോഹൻ സിംഗ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്, രാജ്യസഭ. അദ്ദേഹം ലോക്സഭയുടെ നേതാവല്ല, രാജ്യസഭയുടെയാണ്. 2നും ചേരുന്ന ഒരാളേ ഉള്ളൂ, ദാറ്റ് ഈസ് പ്രസിഡന്റ്. അതുകൊണ്ട് പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ 79 പ്രസിഡന്റ് ആയിരിക്കണം.
ക്ഷേത്രത്തിൽ പ്രസിഡന്റ് പോകാത്തതിൽ എനിക്ക് യാതൊരു ഉത്കണ്ഠയില്ല, സന്തോഷമേ ഉള്ളൂ. ഒറ്റ ചോദ്യത്തിനും കൂടിയേ സമയമുള്ളൂ. ആരെങ്കിലും സർ, 2/3 ഭൂരിപക്ഷത്തിൽ ഒരു യൂണിയൻ ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ ഭരണഘടന സമ്പൂർണ്ണമായിട്ട് ഇല്ലാതാവില്ലേ? അത് നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ അവസ്ഥയിൽ ബേസിക് സ്ട്രക്ചർ തൊടാൻ പറ്റില്ല. കേശവാനന്ദ ഭാരതി കേസ് ഉള്ളിടത്തോളം കാലം ഭരണഘടന ഭേദഗതി ചെയ്യാൻ എത്ര ഭൂരിപക്ഷം ഉണ്ടെങ്കിലും പറ്റില്ല. ഭരണഘടന ഭേദഗതി 3/2 ഭൂരിപക്ഷം വേണം. പിന്നെ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ പകുതിയിലധികം സ്റ്റേറ്റുകൾ ഇതേപോലെ തന്നെ 3/2 ഭൂരിപക്ഷത്തോടെ അസംബ്ലികളും അത് പാസ്സാക്കിയാൽ മാത്രമേ അത് വരികയുള്ളൂ. ഇപ്പോഴത്തെ നമ്മൾ ഉത്കണ്ഠ ഭരണഘടന നിൽക്കുന്നു, പ്രയോഗങ്ങൾ നേരെ എതിരായിട്ടുള്ളതാണ്. അതാണ് ഓരോ സന്ദർഭത്തിലും നമ്മൾ തുറന്നു കാണും. ഭരണഘടനയുടെ പ്രൊട്ടക്ഷൻ, സംരക്ഷണം, അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ദൗത്യം. 2 മിനിറ്റ് കൂടി സമയമുണ്ട്. അപ്പോൾ ഒരു ചോദ്യം കൂടി അക്കോമഡേറ്റ് ചെയ്യാം. അത് സംസാരിക്കാം. ഓ സോറി. ഈ അധികാരത്തിൽ ഇരിക്കുന്ന ആളുകളെ തിരിച്ചു വിളിക്കാൻ ജനങ്ങൾക്ക് അധികാരം കൊടുക്കണമെന്നുമായി ബന്ധപ്പെട്ട് വല്ല ഡിബേറ്റും അന്ന് നടന്നിരുന്നു എന്നാണ് ഒരു ചോദ്യം. രണ്ടാമത്തത്, അധികാരത്തിൽ വരുന്ന ആളുകൾ സിറ്റിസൺ ആവണം, ഇൻസൈൻ ആവരുത് എന്ന് പറയുന്നത് പോലെ അത് ഗവർണറുടെ കാര്യത്തിൽ ഇൻസൈൻ എന്നുള്ളത് പറയുന്നില്ല എന്ന് പറയുന്നത് അത് എന്തുകൊണ്ടായിരിക്കും അന്ന് പറഞ്ഞതെന്നുള്ളതാണ് അറിയേണ്ടത്. അതിനാണ് ഈ ഗവർണറുടെ ക്വാളിഫിക്കേഷൻ 35 വയസ്സ് തികഞ്ഞാൽ മതി. മത്സരിക്കണമെങ്കിൽ സൗണ്ട് ഓഫ് മൈൻഡ് വേണം. ഇത്ര വ്യത്യാസമുള്ളൂ. അത് ഭരണഘടനയിൽ ഞാൻ പറയുന്നതല്ല, ഭരണഘടനയിൽ അങ്ങനെയാണ്. നിങ്ങൾക്ക് ഒരു പഞ്ചായത്ത് മത്സരിക്കണമെങ്കിലും ഒരു കണ്ടീഷൻ സൗണ്ട് മൈൻഡ് വേണമെന്നാണ്. ഇത് ഭരണഘടനയിലുണ്ടല്ലോ, അപകടത്തിലാവില്ലല്ലോ. ഗവർണർ അല്ല, ഇത് നിയമങ്ങളാണല്ലോ. ഈ ഭരണഘടനയല്ല, ഇലക്ഷൻ നിയമങ്ങളാണല്ലോ, പീപ്പിൾ റെപ്രസെന്റേറ്റീവ് ആക്ട്സ് ആണല്ലോ. ഭരണഘടനയിൽ പറയുന്നത് ഗവർണർക്ക് 35 വയസ്സ് തികഞ്ഞാൽ മതി, ആർക്കും ഗവർണറാകാം. എന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഇതില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ അതില് പിന്നെ ഈ ഒരു ഗൗരവമായ പ്രശ്നം അന്ന് ഭരണഘടനാ അസംബ്ലി വന്നിരുന്നു. തിരിച്ചു വിളിക്കുക എന്നുള്ള പരാമർശകരൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ ആനുപാതിക ജനാധിപത്യം, പ്രാതിനിധ്യ ജനാധിപത്യം വേണം, പാർലമെന്റ് സംവിധാനം. നിങ്ങൾക്ക് എത്ര വോട്ട് പാർട്ടിക്ക് കിട്ടുന്നോ അതിന് അനുപാതമായിട്ടായിരിക്കണം പാർലമെന്റ് മെമ്പർമാർ. അതിപ്പോ വളരെ റിലവന്റ് ആണ്. എന്നുവെച്ചാൽ ഇപ്പൊ ഭരിക്കുന്നവർക്ക് 3/2 ഭൂരിപക്ഷം ഉണ്ടെങ്കിലും കിട്ടുന്ന വോട്ട് 30%, 35% ആയിരിക്കും. പക്ഷെ സീറ്റ് കൂടുതലായിരിക്കും. ഇത് അന്ന് വന്നെങ്കിലും ഇത് റോയിയുടെ ഇതിനകത്ത് ഉണ്ടായിരുന്നു, എം എൻ റോയിയുടെ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നുണ്ട്. സെക്യുലർ, ഈ ഫ്രീ എഡ്യൂക്കേഷനിൽ റോയി ഒരു വാക്ക് കൂടി ചേർത്തിരുന്നു, സെക്യുലർ എഡ്യൂക്കേഷൻ. ഇത് റോയിയുടെ ഭരണഘടന ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഇതിനകത്ത് വന്നിരുന്നില്ല. അപ്പൊ ഇത് ഈ ചർച്ചകൾ വന്നിരുന്നു, പക്ഷെ ഇതാണ് അതിന്റെ പശ്ചാത്തലം. എനിക്കൊന്ന് ഇനി ചോദ്യത്തിലേക്ക് ഒറ്റ ചോദ്യം കൂടി, സമയം കുറവുണ്ട്. സമയം കഴിഞ്ഞു. സോറി, സമയം വളരെ പ്രധാനമാണ് ഇവിടെ. വേഗം വേഗം. മനസ്സിലായി, സമയക്കുറവുണ്ട്. ഭരണഘടനയെ ബന്ധപ്പെട്ടതല്ലെങ്കിലും അതിനകത്തുനിന്നുള്ളത് ഇവിടെ ഒന്നും അല്ലെ, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഉള്ള അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ഈ നമ്മുടെ സോമനാഥ് ലാഹിരിയുടെ ഒരു ആവശ്യമായിരുന്നു മീഡിയക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ഫണ്ടമെന്റൽ റൈറ്റ് വേണം. പക്ഷെ അത് ഭരണഘടനാ അസംബ്ലി അംഗീകരിച്ചില്ല. എല്ലാവർക്കും ഉള്ള സ്വാതന്ത്ര്യമാണ് മീഡിയയ്ക്ക് ഉള്ളത് എന്നുള്ളത്. പിന്നെ നമുക്കിപ്പോ സ്വാഭാവികമായിട്ട് വരും, അത് നമുക്കിപ്പോ കോടതി തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ മറ്റ് ഇതുപോലെ നമ്മൾ ഈ താരതമ്യം എന്ന് പറഞ്ഞത് ഈ വലിയ കാട് കാണാതിരിക്കുകയും, ഇപ്പൊ ചിലർ മരം പോലും കാണില്ല, ആ മരത്തിന്റെ തോടിനകത്തുള്ള ചെറിയ എന്തെങ്കിലും കണ്ട് അതിനെക്കുറിച്ച് മാത്രം ഉത്കണ്ഠപ്പെടുകയും മരത്തെക്കുറിച്ചും കാടിനെ കുറിച്ചും ഒന്നും പറയാതിരിക്കുകയും ചെയ്യുന്നതാണ് ഒരു പ്രശ്നമായിട്ട് കാണുന്നത്. എന്തായാലും ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ഭരണഘടനയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട, ഭരണഘടനയെക്കുറിച്ചുള്ള ഓരോ സംവാദവും ഒരു രാഷ്ട്രീയ പ്രവർത്തനമായി ഇന്ത്യയിലെ ഓരോ പൗരനും ഏറ്റെടുക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ച, ഞങ്ങളെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. പി രാജീവിന് പ്രത്യേകം നന്ദി. ഭരണഘടന ചരിത്രവും സംസ്കാരം